പ്രൈസ് ദ ലോർഡ്. ഞാൻ കർത്താവിന് ഈ സമയത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്നു. प्रभु को धन्यवाद देते हैं। प्रभु को इस अवसर को याद करके धन्यवाद देते हैं। ബോംബെ ചർച്ചിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു വലിയ സന്തോഷമാണ്. കാരണം ദൈവവചനം ശ്രദ്ധിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയെ കാണുന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. मुंबई की कलीसिया में प्रभु का वचन बांटना बहुत आनंद की बात है, क्योंकि वचन के लिए बाट जोते रहते हैं, वचन को आज्ञा पालन करने के लिए इच्छा करके रहते हैं। ऐसे लोगों के बीच में वचन को बांटना बहुत आनंद की बात है। പുറത്തുള്ള പലരും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ജീസസ് മിഷൻ്റെ മിഷണറീസ് പലരും ഇവിടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. बाहर के कई सारे लोग भी इस मीटिंग में जुड़े हुए हैं, जानते हैं। खास तौर से जीसस मिशन के कई सारे प्रभु के दास लोग भी इसके अंदर जुड़े हुए हैं। വളരെ പ്രതിസന്ധികളിലൂടെ ജീസസ് മിഷൻ്റെ പ്രവർത്തകർ അവിടെ, പ്രത്യേകിച്ച് അവർക്കെതിരെയുള്ള മതപരിവർത്തനത്തിൻ്റെ പേരിലുള്ള കേസുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. कई सारे जीसस मिशन के अंदर कार्य करने वाले प्रभु के दास लोगों के विरोध में वहाँ पे धर्म परिवर्तन का नाम से बहुत सारे केस वगैरह सब चालू है और तकलीफ में है। आप लोग सभी लोग जानते हैं, उनके लिए निरंतर प्रार्थना कीजिए। എന്നാൽ Recording in progress. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. लेकिन परमेश्वर बहुत अचंभे काम कर रहे हैं, याद करके परमेश्वर को निरंतर धन्यवाद करते हैं। നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. हम लोग प्रभु के वचन के अंदर से अध्ययन कर रहे हैं। പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ്. खास तौर से इन दिनों में हम लोग जो अध्ययन कर रहे हैं प्रभु यीशु मसीह का आगमन और प्रभु के लोगों की तैयारी। കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. प्रभु यीशु मसीह के पहले आगमन और दूसरे आगमन के दोनों के बीच के जो फर्क है कल हमने सीखा। ഒന്നാമത്തെ വരവാണ് നമ്മളെ ദൈവവുമായി യോജിപ്പിച്ചത്. पहले प्रभु यीशु मसीह का पहले आगमन के द्वारा हम लोग परमेश्वर के साथ में जुड़ गए हैं। നമ്മളവൻ്റെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു, യേശുവിൻ്റെ മണവാട്ടിയായി തീർന്നു. അത് ഒന്നാമത്തെ വരവിൻ്റെ ഫലമാണ്. परमेश्वर का पिता परमेश्वर के संतान हम लोग बन गए हैं, प्रभु यीशु मसीह का दुल्हन हम लोग बन गए हैं। ये सभी कार्य प्रभु यीशु मसीह के पहले आगमन के द्वारा हुआ है। യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെ സ്വീകരിക്കുന്നതും ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. അവിടെ നമ്മളെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. प्रभु यीशु मसीह के पहले आगमन के बारे में हम लोग जो समझते हैं, स्वीकार करते हैं, ये सभी बातें हमारे जीवन में विश्वास के द्वारा होता है। എന്നാൽ അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ കാര്യം നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. लेकिन प्रभु यीशु मसीह का दूसरा आगमन जो है हमारे जीवन में आशा का बुनियाद है। കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനവുമാണ്. प्रभु यीशु मसीह का पहला आगमन हमारे विश्वास का बुनियाद और प्रभु यीशु मसीह का दूसरा आगमन हमारे आशा का बुनियाद है। നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. कुरिन्थियों का पत्री में हम लोग पढ़ते हैं विश्वास, आशा और प्रेम, ये तीनों टिका रहता है। ഈ മൂന്ന് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശിലകളായി നിൽക്കുന്ന കാര്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. विश्वास, आशा और प्रेम, ये तीनों हमारे मसीह जीवन का एकदम नेव के रूप में हमेशा टिका रहता है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ അടിസ്ഥാനം അഥവാ അത് വിശ്വാസമാണ്, രണ്ടാമത്തെ വരവിൻ്റെ അടിസ്ഥാനം പ്രത്യാശയാണ്. എന്നാൽ സ്നേഹം ഇതെല്ലായിടത്തും ഒരുപോലെയുണ്ട്. प्रभु यीशु मसीह का पहले आगमन का जो बुनियाद है विश्वास है, प्रभु यीशु मसीह का दूसरे आगमन का जो बुनियाद है वो आशा है, लेकिन प्रेम जो है ये सभी जगह पे है। കർത്താവ് വരാൻ തന്നെ കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ്. प्रभु यीशु मसीह इस दुनिया में आने का कारण भी पिता परमेश्वर का प्रेम है। യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നത്
For God so loved the world, he gave his only begotten Son, so that whosoever believeth in him shall not perish, but will have eternal life. यूहन्ना रचित समाचार 3 अध्याय का 16 आयत में हम लोग जैसा पढ़ते हैं, परमेश्वर ने जगत से ऐसा प्रेम किया कि उसने अपना एकलौते पुत्र प्रभु यीशु मसीह को इस संसार के लिए दे दिया, ताकि जो कोई उस पर विश्वास करे वो नाश ना हो परंतु अनंत जीवन पाए। അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് നൽകുവാൻ ദൈവത്തിന് പ്രേരണയായത്. ആ സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. पिता परमेश्वर का हमारे ऊपर का जो प्रेम है, वो प्रेम ही उसका नेव था प्रभु यीशु मसीह को इस संसार में भेजने के लिए। അങ്ങനെ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. प्रेम के द्वारा ही, प्रेम में ही हमारा मसीह जीवन का शुरुआत ही होता है। ആ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വീണ്ടും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും സ്നേഹത്തിൽ വസിക്കുന്ന ഒരവസ്ഥ, ഇപ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. वो मसीह जीवन में जो हम लोग प्रेम के द्वारा शुरुआत किए, वो हमेशा प्रभु का प्रेम में वास करना है। अब निरंतर प्रभु यीशु मसीह हमसे निरंतर प्रेम करते रहते हैं। അതായത് കർത്താവ് നമ്മളെ ഒരിക്കൽ സ്നേഹിച്ചിട്ട് പിന്നെ നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല, അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. प्रभु हमारे ऊपर एक बार प्रेम करके बाद में हमको छोड़ दिया है, ऐसा नहीं। प्रभु हमारे ऊपर निरंतर प्रेम करते रहता है। എന്നാൽ നമ്മൾ അവൻ്റെ സ്നേഹത്തിൽ വസിക്കണം. लेकिन हम लोग जो है प्रभु यीशु मसीह के प्रेम में निरंतर वास करना है। അങ്ങനെ സ്നേഹത്തിൽ വസിക്കുന്ന കാന്തയെ കർത്താവ് സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ അന്തിമമായി നമ്മളെ, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ അവിടുന്ന് വന്ന് നമ്മളെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. प्रभु के प्रेम में जो निरंतर वास करते हैं, प्रभु यीशु मसीह का जो दुल्हन है, वो प्रभु यीशु मसीह दुल्हन को निरंतर प्रेम भी करेंगे और वो प्रेम में प्रभु यीशु मसीह आकर दुल्हन को अपने साथ में ले जाएंगे। കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അതിൻ്റെ ഡേറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കി നടക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആണ്, ഏറ്റവും താമസിയാതെ നടക്കുന്ന കാര്യമാണ്. എന്നാൽ അതിലുപരിയായി ഇനിയിപ്പോൾ കർത്താവിൻ്റെ വരവ് ഇമ്മീഡിയറ്റ് ആണെന്ന് തന്നെയല്ല, ഇന്നവിറ്റബിളുമാണ്. അതേ ഉള്ളൂ നമുക്കൊരു പ്രത്യാശ. प्रभु यीशु मसीह का दूसरा आगमन के लिए तारीख वगैरह हम लोग ढूंढ के घूमने की जरूरत नहीं है, वो जल्दी से जल्दी आने वाला है। उतना ही नहीं, वो अनिवार्य बात है, वो कभी भी हम लोग बदल नहीं सकते हैं, जरूर आएगा ही आएगा। കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എല്ലാവർക്കും സത്യത്തിൻ്റെ വഴി അഥവാ സ്നേഹത്തിൻ്റെ വഴി അഥവാ നിത്യതയുടെ വഴി കാണിച്ചു കൊടുത്തു. प्रभु यीशु मसीह का पहले आगमन के द्वारा प्रभु यीशु मसीह ने सभी लोगों को सच्चाई का मार्ग, अनंत जीवन का मार्ग, प्रेम का मार्ग खोल के दे दिया, सभी को दिखा दिया। അതെല്ലാവർക്കുമായിട്ട് കൊടുത്തതാണ്. सभी के लिए दे दिया। കർത്താവ് ഒന്നാമത് വന്നത് എല്ലാവർക്കും വേണ്ടിയുമാണ്. प्रभु यीशु मसीह का पहले आगमन जो इस संसार में हुआ, सारे लोगों के लिए। എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആ രീതിയിൽ എല്ലാവർക്കും വേണ്ടിയുമല്ല. लेकिन प्रभु यीशु मसीह का दूसरा आगमन जो है, उस रीति में सभी लोगों के लिए नहीं है। എന്നാൽ രണ്ടാമത്തെ വരവിൽ അവൻ എല്ലാവരോടും ഇടപെടുന്നുണ്ട്. लेकिन प्रभु यीशु मसीह उनके दूसरे आगमन में सभी लोगों से बर्ताव करेंगे। എന്നാൽ ആ രണ്ടാമത്തെ വരവ് കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കുവാനാണ് ഏറ്റവും പ്രധാനമായും വരുന്നത്. लेकिन प्रभु यीशु मसीह अपने दुल्हन को ले जाने के लिए सबसे मुख्य तौर पर दूसरी बार आने वाले हैं। അവൻ്റെ കാന്ത മാത്രമേ അവനോട് കൂടെ, അവൻ്റെ കാന്തയായി കർത്താവിനെ വേളി കഴിച്ചവർക്ക് മാത്രമുള്ളതാണ് അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ പ്രവേശനമുള്ളത്, സ്വർഗത്തിൽ പ്രവേശനമുള്ളത്. प्रभु यीशु मसीह का दुल्हन जो है, प्रभु यीशु मसीह के प्रेम में जो हमेशा वास करते हैं, केवल उन्हीं को ही प्रवेश है स्वर्ग राज्य में, प्रभु का दूसरा आगमन में। ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു? बाकी लोगों को क्या होने वाला है? കർത്താവിൻ്റെ വരവിൽ അവർക്ക് ന്യായവിധി ഉണ്ടാകും. बाकी लोगों के ऊपर प्रभु का दूसरा आगमन में उनका न्याय का काम होने वाला है। നമ്മൾ ഇന്നലെ വായിച്ച ആമോസിന്റെ പ്രവചനത്തിൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ വരവിൽ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. कल आमोस नबी की किताब में से जो हमने पढ़े थे,
परमेश्वर को सामना करने के लिए तैयार हो जाओ, जो बोला आपका न्याय के लिए आप तैयार हो जाओ, ऐसा बोलते हैं। മലാഖിയുടെ പ്രവചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള അഗ്നി അവിടെ മലാഖി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. मलाकी नबी की किताब में से प्रभु के दास ने कल सिखाया था, दो अलग अलग तरीके के अग्नि के बारे में वहां पे आप हमको परिचय देते हैं। അതില് ഒന്നാമത്തെ അഗ്നി ന്യായവിധിയുടെ അഗ്നിയാണ്. उसमें पहला अग्नि जो है न्याय അല്ല, का अग्नि है। സോറി, ഒന്നാമത്തെ അവിടെ പറയുന്ന 3-ാം അധ്യായത്തിൽ പറയുന്ന അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. माफ कीजिए, तीसरा अध्याय में जो बताते हैं, पहला अग्नि जो है शुद्ध करने वाले, पवित्र करने का अग्नि है। അതായത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് ശേഷം വീണ്ടെടുക്കപ്പെടുന്നവരായ ആളുകളെ അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുന്നതിന് കർത്താവ് ശുദ്ധീകരിക്കുന്ന അഗ്നിയുമായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. वहां पे मलाकी नबी का किताब तीसरा अध्याय में हम लोग देखते हैं, प्रभु यीशु मसीह का पहला आगमन के बाद में दूसरा आगमन के लिए जो है अग्नि वहां पे दिखाते हैं, पवित्र करने के लिए, शुद्धिकरण करने के लिए। അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. मलाकी तीसरा अध्याय का तीसरा आयत में हम लोग पढ़ते हैं, वह रूपे का ताने वाला और शुद्ध करने वाला बनेगा और लेवियों को शुद्ध करेगा और उनको सोने रूपे की नाई निर्मल करेगा, तब वे यहोवा की भेंट धर्म से चढ़ाएंगे। അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. इसलिए हमारे जीवन में जो दुख, तकलीफ, मुसीबत, कठिनाई जो हम लोग अभी हमारे जीवन में अनुभव करते हैं, वो हमारे शुद्धिकरण के लिए है, पवित्रता के लिए है। അങ്ങനെ ശുദ്ധീകരിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. ऐसे हमें पवित्र करके, शुद्धिकरण करके प्रभु का दूसरा आगमन के लिए हमारे को प्रभु तैयार करते रहते हैं। അപ്പോൾ ഒന്നാമത്തെ വരവ് കഴിഞ്ഞ് നടക്കുന്ന ശുദ്ധീകരണം രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. पहले आगमन के बाद में जो हमारे हरेक के जीवन में शुद्धिकरण या पवित्रता का कार्य जो होता है, प्रभु का दूसरा आगमन के लिए तैयारी है। അപ്പോൾ ഈ ശുദ്ധീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് പൊന്ന് ശുദ്ധീകരിക്കുന്നതാണ്. നമുക്കറിയാം, ഗോൾഡ് അത് ശുദ്ധീകരിക്കുന്നത് തീയിലിട്ട് ഉരുക്കിയെടുത്തിട്ടാണ്. यहाँ पे जो है आग में ताया हुआ सोने के बारे में बताते हैं। हम लोग जानते हैं सोना जो है आग में पिघलाकर उसको शुद्धिकरण किया जाता है। ഇന്ന് ഇപ്പോൾ പൊന്നിൻ്റെ അത് ശുദ്ധീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയാനൊക്കെയുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്, അതിനുള്ള പരീക്ഷണങ്ങൾ ഉണ്ട്. आजकल जो है सोना जो है एकदम शुद्ध हुआ है कि नहीं, परखने के लिए बहुत सारे उपकरण हैं, बहुत सारे तरीके भी हैं। എന്നാൽ പണ്ട് കാലത്ത് ഈ പൊന്ന് ഉരുക്കുന്ന അതിൻ്റെ പണിക്കാരൊക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉള്ള മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇത് ശുദ്ധിയായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. लेकिन पुराने जमाने में जो वो सोनार ये शुद्धिकरण, सोने को जो शुद्धिकरण करता था आग में डाल के, ये शुद्ध हुआ है कि नहीं पहचानने के लिए बड़े बड़े मशीन या उपकरण वगैरह उस जमाने में नहीं थी। അപ്പോൾ അവരെങ്ങനെയാണ് ഇത് പണിയുന്ന ആള് ഈ തീയിലിട്ട പൊന്ന് ശുദ്ധിയായോ ഇല്ലയോ എന്ന് അറിയുന്നത്? ऐसा है तो उस जमाने में सोनार जो है, ये आग में डाला हुआ सोना पवित्र या शुद्ध हुआ है कि नहीं कैसा मालूम पड़ता था? അപ്പോൾ തീയിൽ ഈ പൊന്നിട്ട് കഴിയുമ്പോൾ അതിനകത്തെ കീടൻ അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ ബ്ലെമിഷും പുറത്തു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. जब सोने को आग में डाला जाता है, धीरे धीरे उसके अंदर के सभी मलिनताएं, सभी गंदगी बाहर निकल के जाती है। അങ്ങനെ പൂർണ്ണമായും ഇതെല്ലാം പുറത്തു പോയി കഴിയുമ്പോഴാണ് ഇത് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് അറിയുന്നത്.
पूरी रूप से उसके अंदर की सभी गंदगी मलिनताएं बाहर निकल के जाने के बाद में हमें मालूम पड़ता है कि ये पूरा शुद्ध हो गया है। ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ അഗ്നിശോധനയിൽ നമ്മിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തുപോയി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. इसी तरह से हमारे जीवन में भी अग्नि के जैसा हमारे जीवन में परखने का जब अनुभव होता है, हर एक दुख तकलीफ मुसीबत और कठिनाई के द्वारा हमारे अंदर से अलग अलग मलिनताएं निकल के जाकर हम लोग शुद्ध हो जाते हैं, ऐसा मालूम पड़ता है। അപ്പോൾ ഇതെങ്ങനെയാണ് പഴയ ആളുകൾ അറിയുന്നതെന്ന് ഞാൻ ഒരിടത്ത് വായിച്ചത് ഇങ്ങനെ ഓർക്കുന്നു. पुराने जमाने में सोनार जो है ये शुद्ध हुआ है कि नहीं, सोना शुद्ध आग में डालने के बाद शुद्ध हुआ कि नहीं, कैसा परखते थे? एक किताब में प्रभु के दास ने पढ़ा, ഇങ്ങനെ ഉരുക്കിയ പൊന്ന് ഈ പൊന്ന് പണിയുന്ന ആള് അടിച്ചു നിരത്തി ഒരു പ്ലെയിനായിട്ട് അടിച്ചു നിരത്തി ഒരു പ്ലേറ്റ് പോലെ ആക്കും. ये सोनार जो है आग में सोना डाल के शुद्धिकरण करने के बाद में उसको ठोक पीट के एक छोटा सा प्लेट जैसा बना देता है। എന്നിട്ട് ഈ പൊന്ന് പണിയുന്ന ആള് ഇതിലേക്ക് നോക്കും. इतना करने के बाद में सोनार जो है ये बनाया हुआ प्लेट के अंदर देखता है। അങ്ങനെ നോക്കുമ്പോൾ ഈ പണിക്കാരൻ്റെ മുഖരൂപം അതിൽ പ്രതിഫലിക്കുന്നുവെങ്കിൽ ആ പൊന്ന് ശുദ്ധിയുള്ളതായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ऐसा जब सोनार वो ठोक पीट पे बनाया वो प्लेट के अंदर देखता है तो खुद का मुंह जो है यदि प्लेट के अंदर अच्छी तरह से दिख पाया तो वो सोना जो है शुद्ध हो गया, ऐसा मालूम करता था। ഇതുപോലെ ദൈവം നമ്മളെ ശോധനയിലൂടെ നടത്തി ആ ശോധന കഴിയുമ്പോൾ നമ്മിൽ യേശുവിൻ്റെ രൂപം പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും ശുദ്ധിയുള്ളവരാകുന്നത്. इसी तरह से हम लोग भी जब दुख तकलीफ मुसीबत के अंदर से गुजरते हैं, अग्नि परीक्षा के अंदर से बाहर गुजरते हैं, उसके बाहर आने के बाद में प्रभु यीशु मसीह का जो रूप हमारे अंदर दिखने लगता है, तभी हमें मालूम पड़ता है कि हम लोग का शुद्धिकरण हो गया है करके। അപ്പം നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ യേശുവിനെ അതുപോലെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുന്നത്. यदि पूछे तो हम लोग कब शुद्ध हुए कि नहीं, मालूम पड़ता है जब प्रभु यीशु मसीह का रूप हमारे अंदर से बाहर दिखाई देता है, तब हम लोग को मालूम पड़ता है कि हम लोग शुद्धिकरण हुआ है। അപ്പോൾ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് യേശുവിൻ്റെ രൂപം നമ്മളിൽ പ്രതിഫലിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. हम हर एक से पिता परमेश्वर का इच्छा ये है हमेशा हमारे अंदर से प्रभु यीशु मसीह का रूप बाहर दिखना चाहिए। അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളുവാൻ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ऐसा एक व्यक्ति को परमेश्वर के उपस्थिति में लेके जाने के लिए, जोड़ने के लिए कोई भी तकलीफ नहीं होता है। എന്നാൽ രണ്ടാമതൊരു അഗ്നിയെക്കുറിച്ച് മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. लेकिन और एक दूसरा अग्नि के बारे में मलाकी नबी का किताब 4थे अध्याय में हम लोग पढ़ते हैं। അവിടെ കാണുന്നത് ചൂള പോലെ, 1-ാം വാക്യത്തിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും എന്നാണ്. वहां पे हम लोग पढ़ते हैं, क्योंकि देखो वो धधकते भट्टे का सा दिन आता है जब सब अभिमानी और सब दुराचारी लोग अनाज की खूंटी बन जाएंगे और उस आने वाले दिन में वे ऐसे भस्म हो जाएंगे कि उनका पता तक न रहेगा। അത് അവരെ ദഹിപ്പിച്ച് കളയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. उन्हें पूरा भस्म कर देगा, ऐसा लिखा हुआ है। അപ്പോൾ ഈ രണ്ടാമത്തെ അഗ്നി ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയാണ്. दूसरा अग्नि जो यहाँ पे हम लोग पढ़ते हैं भस्म करने वाली आग है। ഒന്നാമത്തെ അഗ്നി ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, രണ്ടാമത്തെ അഗ്നി ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയാണ്. पहला अग्नि जो है शुद्धिकरण करने वाला अग्नि है, दूसरा अग्नि जो है भस्म करने वाली आग है। ശുദ്ധീകരിക്കുന്ന അഗ്നി ലേവിപുത്രന്മാർക്കുള്ളതാണ്. शुद्धिकरण का जो अग्नि है वो लेवियों के पुत्रों के लिए है, അഥവാ അത് വിശ്വാസികൾക്കുള്ളതാണ്. या दूसरे तरीके से कहेंगे तो विश्वासी लोगों के लिए है। എന്നാൽ രണ്ടാമത്തെ ദഹിപ്പിക്കുന്ന അഗ്നി ദുഷ്പ്രവർത്തിക്കാർക്കുള്ളതാണ്. लेकिन दूसरा जो भस्म करने वाली आग जो है अभिमानी और दुराचारी लोगों के लिए है। അപ്പോൾ ഈ രണ്ട് അഗ്നികൾ, ഒന്ന് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് ശേഷം വീണ്ടെടുക്കപ്പെട്ടവരെ ശുദ്ധീകരിക്കുന്നതായ അഗ്നി,
ये दो अग्नि जो है, पहला जो है पहला अग्नि जो पहले प्रभु यीशु मसीह का पहले आगमन के बाद में प्रभु के लोगों को शुद्धिकरण करने वाली अग्नि, എന്നാൽ രണ്ടാമത്തെ അഗ്നി അവിടുത്തെ രണ്ടാമത്തെ വരവിങ്കലാണ് സംഭവിക്കുന്നത്. അത് ദഹിപ്പിച്ചു കളയുന്ന, ദുഷ്പ്രവർത്തിക്കാരെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയാണ്. लेकिन दूसरा अग्नि जो है प्रभु का दूसरा आगमन के साथ में होने वाली बात है, वो दुराचारी लोगों को, अभिमानी लोगों को भस्म करने वाली आग है. എന്നാൽ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മലാഖിയുടെ പ്രവചനം 4:2 പറയുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. लेकिन हमारे लिए कैसा होगा, वहां पे मलाकी नबी का किताब 4 अध्याय 2 आयत में लिखा हुआ है, परंतु तुम्हारे लिए जो मेरे नाम का भय मानते हो, धर्म का सूर्य उदय होगा और उसकी किरणों के द्वारा तुम चंगे हो जाओगे. അപ്പോൾ നമുക്ക് നീതി സൂര്യനായിട്ടാണ് കർത്താവ് രണ്ടാമത്തെ വരവിങ്കൽ വരുന്നത്. हमारे लिए प्रभु दूसरी बार जो आने वाले हैं, धार्मिकता का या धर्म का सूर्य बन के आने वाले हैं. ദുഷ്ടന്മാർക്ക് അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന നീതി സൂര്യനാണ്. प्रभु का दूसरा आगमन जो है वो दुराचारी लोगों के लिए भस्म करने वाली आग है, लेकिन हमारे लिए धार्मिकता से उदय होने वाला वो चंगाई का जो सूर्य है. യഥാർത്ഥ വിശ്വാസികൾ എല്ലാവരും ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. सच्चे विश्वासी लोग, सभी लोग प्रभु के दूसरे आगमन के लिए राह देखते रहते हैं, बाट जोते रहते हैं. രക്ഷിക്കപ്പെടുന്ന ദിവസം മുതൽ നമ്മുടെ ആഗ്രഹവും താല്പര്യവും പ്രത്യാശയും പ്രാർത്ഥനയും എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. जिस दिन से हम लोग उद्धार प्राप्त करते हैं, उस दिन से हमारा विश्वास, आशा, प्रार्थना सब यही है प्रभु का दूसरा आगमन. കർത്താവിലുള്ള പ്രത്യാശ തന്നെ അവിടുത്തെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. प्रभु के ऊपर का जो हमारा आशा है, वो भी प्रभु का दूसरा आगमन के साथ में ही हम लोग उसको समझ पाते हैं. എന്നാൽ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെടുത്തി അല്ല പലപ്പോഴും യേശുക്രിസ്തുവിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. लेकिन आजकल का एक बहुत बड़ा तकलीफ जो दिखने को आता है, हम लोग जो है प्रभु का दूसरा आगमन से जोड़कर प्रभु यीशु मसीह के बारे में सीखते नहीं है, सिखाते भी नहीं है. നമുക്ക് ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ദൈവം എന്ന നിലയിലാണ് പലരും യേശുവിനെ അറിയുന്നതും പലരും പ്രസംഗിക്കുന്നതും. അങ്ങനെയാണ് ഈ ഭൗമികമായ കാര്യങ്ങളിലേക്ക്, ഭൗമികതയിലേക്ക് പ്രത്യാശ കൊടുക്കുന്നവരായ പ്രസംഗങ്ങളും അങ്ങനെയുള്ള ആളുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ज्यादातर हम लोग संसार में यही देखते हैं, हमारे सांसारिक जरूरतों को पूरा करने वाला एक देवता है, और कई लोग ऐसा ही समझते हैं, कई लोग ऐसा ही प्रभु यीशु मसीह के बारे में प्रचार भी करते हैं. നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലായിടത്തും പറയുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ്. आजकल के सभी भाषण थोड़ा सुन के देखिए, सभी जगह पे यही बोलते हैं, इस संसार में आपको क्या क्या मिलेगा. കർത്താവ് നിനക്ക് പൈസ തരും, കർത്താവ് നിനക്ക് കാറ് തരും, കർത്താവ് നിനക്ക് വീട് തരും, കർത്താവ് നിന്നെ സമ്പന്നനാക്കും, കർത്താവ് നിന്റെ കടം മാറ്റും, കർത്താവ് നിനക്ക് ഇവിടെ തരും, ഇവിടെ ഇവിടെ തരും, ഇവിടെ ഇവിടെ ഇവിടെ. कई सारे भाषण सुन के देखिए, प्रभु आपको ये देगा, वो देगा, नौकरी देगा, पैसा देगा, आपके कर्जा सब मिटा देगा, सब कुछ इस संसार में, घर देगा, गाड़ी देगा, यहाँ देगा, इस संसार में देगा. ऐसा ही बार बार हमको सुनने को मिलता है. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രസംഗം അങ്ങനെയേ അല്ല. लेकिन प्रभु का वचन के नेव के अनुसार, वचन के आधार पर का जो प्रचार है वैसा है ही नहीं. ഇവിടെ നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ
സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. पहला कोरिन्थियों 15 का 19 में हम लोग ऐसा पढ़ते हैं, यदि हम केवल इसी जीवन में मसीह से आशा रखते हैं तो हम सब मनुष्यों से अधिक अभागे हैं. പക്ഷെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ, ഇതല്ലേ ഇവിടെ വാസ്തവത്തിൽ ഇപ്പം നടക്കുന്നത്? നമ്മൾ യേശു ക്രിസ്തുവിൽ തന്നെ ആണെങ്കിലും നമ്മൾ ഈ കർത്താവിനെ വിളിക്കുന്നവരും കർത്താവിനെ പ്രസംഗിക്കുന്നവരും എല്ലാം ഭൗമികമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. लेकिन थोड़ा ये संसार की बात या अपनी बात थोड़ा जांच के देखिए. जो प्रभु यीशु मसीह के बारे में प्रचार करते हैं, प्रभु के बारे में दूसरों को पहचान करा के देते हैं, सभी लोग इस संसार में क्या प्राप्त होने वाला है उसी के बारे में ही तो भाषण करते हैं. ഈ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് പരീശന്മാര്, രണ്ട് സദൂക്യര്. प्रभु यीशु मसीह के उस समय काल में दो अलग अलग झुंड के लोग होते थे. एक झुंड का नाम था फरीसी, दूसरा है सदूकी. ഈ പരീശന്മാരെ കുറിച്ച് നമ്മളിപ്പം കപടഭക്തന്മാരെന്നുള്ളതിനൊരു പര്യായ പദം പോലെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പരീശന്മാർ അങ്ങനെ ആയിരുന്നില്ല. പരീശന്മാര് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ പിന്നാലെ പോവുകയും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എല്ലാ രീതിയിലും വേർപെട്ട ജീവിതം ജീവിച്ചവരാണ് പരീശന്മാരായ ആളുകൾ. फरीसी लोग जो है, हम लोग आजकल कपटी या ढोंगी लोगों के लिए एक पर्याय के रूप में हम लोग बोलते हैं फरीसी करके, लेकिन सही में वो लोग ऐसा नहीं थे. बहुत अच्छी तरह से परमेश्वर को प्रेम करने वाले, परमेश्वर के लिए अलग होकर जीने के लिए अच्छा जीवन व्यतीत करने वाले अच्छे तरीके के लोग थे फरीसी लोग. എന്ന് തന്നെയല്ല, ഈ പരീശന്മാര് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത് മരിക്കുന്നവർ ഉയിർത്തെഴുന്നേൽക്കും, കർത്താവിനോട് കൂടെ ദൈവത്തോട് കൂടെ അവർ വസിക്കും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് പരീശന്മാരായ ആളുകൾ. इतना ही नहीं, मरने के बाद में जी उठेंगे, जी उठने के बाद में परमेश्वर के साथ में निरंतर वास करेंगे, ये सब वो लोग विश्वास करते थे फरीसी लोग. എന്നാൽ സദൂക്യ ക്രിസ്ത്യാനികൾ അങ്ങനെ ആയിരുന്നില്ല. लेकिन सदूकी लोग जो थे वे लोग ऐसे नहीं थे. സദൂക്യരായ ആളുകൾ പറഞ്ഞത്, നമ്മൾ ദൈവത്തെ വിളിക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിനൊരു രാജ്യം സ്ഥാപിക്കണം, ഇവിടെ നമ്മൾ ഭരിക്കണം, ഇവിടെ നമുക്ക് സകലതും ലഭിക്കണം. അവര് സദൂക്യരായ ആളുകൾ ദൈവത്തെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നവരായ ആളുകൾ. सदूकी लोग जो थे उनके अंदर का विचार ऐसा था, हमें इस संसार में इजराइल का एक राज्य स्थापना करना है, इस संसार में हमें कुछ बनना है, इस संसार में हमें कुछ हासिल करना है. ऐसा रीति से इच्छा करने वाले लोग थे ये सदूकी लोग. അവർ പറഞ്ഞത്, നീ നന്നായിട്ട് ജീവിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ നിനക്ക് ഇവിടെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞവരാണ് സദൂക്യരായ ആളുകൾ. सदूकी लोग ऐसा कहते थे, आप परमेश्वर को अच्छी तरह से बुलाएंगे, अच्छी तरह से प्रार्थना करेंगे, अच्छी तरह से जिएंगे तो आपको इस संसार में सब कुछ आपको मिल जाएगा. ഇന്ന് പരീശ ക്രിസ്ത്യാനികളുമുണ്ട്, സദൂക്യ ക്രിസ്ത്യാനികളുമുണ്ട്. आजकल संसार में जब हम लोग देखते हैं, फरीसियों के जैसे मसीह लोग हैं, सदूकी के जैसे मसीह लोग भी है. പക്ഷേ സദൂക്യ ക്രിസ്ത്യാനികളാണ് ഇന്ന് കൂടുതലെന്നാണ് എൻ്റെ ചിന്ത. लेकिन सदूकी मसीही लोग आजकल संसार में ज्यादा है, ऐसा विचार करना पड़ता है. കാരണം ഇന്ന് യേശുവിനെ ആളുകൾ വിളിക്കുന്നത് പോലും, പ്രസംഗിക്കുന്നതും വിളിക്കുന്നതും എല്ലാം ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. कारण यह है, आजकल जो है संसार में जो लोग प्रभु यीशु मसीह को प्रचार करते हैं, प्रभु के नाम को पुकारते हैं, वे सभी लोग इस संसार के बातों को हासिल करने के लिए करते हैं. അവരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം ഈ ഭൂമിയിലെ സമൃദ്ധിയെക്കുറിച്ചാണ്. वे लोग प्रभु का प्रचार करते हैं, प्रभु का प्रचार सुनते हैं, सभी कार्य जो करते हैं इस संसार का समृद्धि के लिए, धन संपत्ति के लिए, संपन्नता अवस्था के लिए. അവർ ദൈവത്തെ വിളിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്. ये लोग प्रभु को पुकारते हैं, प्रभु से प्रार्थना करते हैं इस संसार में कुछ ना कुछ प्राप्त करने के लिए. അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടത് സ്വർഗമൊന്നുമല്ല, അവർക്ക് ഇവിടെ എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ ചിന്ത. बुनियादी तौर पे उनको स्वर्ग कुछ प्राप्त करने का बड़ा इच्छा तो नहीं है, इस संसार में कुछ ना कुछ बनना है, इस संसार में कुछ ना कुछ प्राप्त करना बहुत इच्छा है. അവർക്ക് കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇവിടെ അവർക്കെല്ലാം കിട്ടണം.
उनके जीवन में यदि आप झांक के देखें, प्रभु जल्दी आना चाहिए, प्रभु आना है, वो ज़्यादा कुछ इच्छा तो है ही नहीं, लेकिन इस संसार में कुछ ना कुछ प्राप्त करना है। അവർക്ക് യേശുവിനെ തന്നെ വേണമെന്നില്ല, യേശു തരുന്ന അനുഗ്രഹങ്ങൾ മതി. उनके जीवन में और देखेंगे तो प्रभु यीशु मसीह को भी वो लोग चाहते नहीं है। प्रभु यीशु मसीह जो देते हैं आशीष हमें चाहिए। അതുകൊണ്ടെന്താ, യേശു പുറത്ത് നിൽക്കുകയാണ്, അവർക്ക് അനുഗ്രഹങ്ങൾ അവർ കൈ നീട്ടി വാങ്ങിക്കുകയാണ്. इस कारण क्या हो गया है, कलीसिया के बाहर प्रभु यीशु मसीह चले गए हैं। अंदर से लोग जो है हाथ लंबा करके प्रभु यीशु मसीह से आशीष मांग के ले लेते हैं। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ 5000 പേരെ കർത്താവ് പരിപോഷിപ്പിക്കുന്നതായ, ഭക്ഷണം കൊടുക്കുന്നതായ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. यूहन्ना रचित समाचार 6वें अध्याय में प्रभु यीशु मसीह 5000 लोगों को जो खाना खिलाते उसके बारे में हम लोग पढ़ते हैं। ഈ കർത്താവ് ഒത്തിരി മനസ്സലിവുള്ള ആളായതുകൊണ്ട് പട്ടിണി കിടക്കുന്നവരെയൊക്കെ സഹായിക്കും. प्रभु यीशु मसीह के अंदर बहुत ज्यादा दया है, इसीलिए जो भूखे लोग हैं उनको बहुत प्रभु यीशु मसीह मदद कर लेते हैं। രോഗികളെ കണ്ടാൽ അവന് മനസ്സലിവുള്ളത് കൊണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യും. बीमार लोगों को देखने से प्रभु यीशु मसीह के दिल के अंदर बहुत दया उमड़ते आता है, इसीलिए बीमारियों को भी प्रभु चंगा कर देते हैं। അതിനിപ്പം അവരെല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ അങ്ങ് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാത്തവരെയും കർത്താവ് സൗഖ്യമാക്കും. वो चंगाई प्राप्त करने के लिए या खाना भोजन प्राप्त करने के लिए वे लोग उद्धार पाके बपतिस्मा लेके पवित्र आत्मा का अभिषेक प्राप्त किया हुआ ऐसा कोई जरूरत नहीं है। नहीं होगा तो भी प्रभु उनको चंगाई कर देते हैं। അത് ഏത് മതത്തിൽപ്പെട്ടവരെയും യേശു സൗഖ്യമാക്കിയെന്നിരിക്കും. कोई भी धर्म के लोग होंगे उनको सभी को प्रभु चंगा कर देते हैं। കാരണം അവരൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയോട് ദൈവത്തിനൊരു മനസ്സലിവുണ്ട്. क्योंकि वे सभी लोग जो है परमेश्वर के सृष्टि है, वो सभी सृष्टि के ऊपर परमेश्वर का बहुत बड़ा एक दया है। പക്ഷേ ഈ രോഗസൗഖ്യം പ്രാപിച്ചിട്ട് ഇവർ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവര് രോഗസൗഖ്യമൊക്കെ കിട്ടും, പക്ഷേ അതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകുമെന്ന് ആരും ചിന്തിക്കണ്ട. वे लोग जो जिनको बीमारी से चंगाई प्राप्त हुआ है वे लोग स्वर्ग में जाएंगे ऐसा कोई जरूरी बात नहीं है। बीमारी का चंगाई तो मिल जाएगा, लेकिन स्वर्ग में जाएगा कि नहीं कोई जरूरी बात नहीं है। കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ഒരുത്തൻ മാത്രമല്ല തിരിച്ചു വന്നുള്ളൂ. 9 പേര് സ്ഥലം വിട്ടു. അവരെന്നാ സ്വർഗത്തിൽ പോവുകയാണോ? प्रभु यीशु मसीह ने 10 कोढ़ी लोगों को, 10 कुष्ठ रोगी लोगों को चंगाई किया, उसमें से एक ही व्यक्ति लौट के आया। वे लोग सब क्या स्वर्ग में जाने वाले हैं क्या? എന്ന് തന്നെയല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിനകത്ത് എത്ര പേര് സ്വർഗത്തിൽ പോയി? उतना ही नहीं, 5 रोटी और 2 मछलियों से 5000 लोगों को भोजन खिलाया, उसमें से कितने लोग स्वर्ग में गए? ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചെന്നാണ്. 5 रोटी और 2 मछलियों से 5000 लोगों को जब खाना खिलाया, उसके बाद में यूहन्ना रचित समाचार 6वें अध्याय में हम लोग पढ़ते हैं, वे लोग मिलकर प्रभु यीशु मसीह को राजा बनाने के लिए कोशिश किया। എന്തിനാ അവർ രാജാവാക്കാൻ പരിശ്രമിച്ചത്? क्यों वे लोगों ने यीशु मसीह को राजा बनाने के लिए प्रयत्न किया? മറ്റൊന്നിനുമല്ല, ഇവനെ രാജാവാക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നാൻ കിട്ടുവടാ, എന്നാ പിന്നെ അങ്ങ് രാജാവാക്കിയേക്കാമെന്ന് ചിന്തിച്ചു. അത്രേ ഉള്ളൂ. और कुछ बड़ा कार्य नहीं है, और कुछ बड़ा कारण नहीं है। इसको पकड़ के राजा बना देंगे तो बहुत हमको खाना मिलेगा हमेशा, इसलिए इसको राजा बना देते हैं। പിറ്റേ ദിവസം അവർ പിന്നെയും യേശുവിൻ്റെ അടുത്ത് ചെന്നു. अगला दिन जो है फिर यीशु मसीह के पास चले गए। എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്കറിയാം എന്തിനാ നിങ്ങൾ വന്നതെന്ന്. നിങ്ങൾ വന്ന മറ്റൊന്നിനുമല്ല, ഇന്നലെ നിങ്ങൾ തിന്നു, ആഹാരം കഴിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടി, അതുകൊണ്ട് ഇന്നും നിങ്ങൾ വന്നെന്നുള്ളതേ ഉള്ളൂ. प्रभु यीशु मसीह ने उनको सीधे कह दिया, मुझे मालूम है आप लोग क्यों आज भी आ गए। कल आप लोग ने भोजन खाया था, इसलिए आज भी भोजन मिलेगा ये सोच के आप लोग मेरे पास आए हैं। അപ്പൊ വല്ലതും തിന്നാൻ വേണ്ടിയാ ഇവർ യേശുവിന്റെ പുറകെ പോയത്. कुछ ना कुछ खाने के लिए ये लोग सभी लोग यीशु मसीह के पीछे चले गए। രോഗം സൗഖ്യമാകുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്. സൗഖ്യം കിട്ടാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പം കിട്ടാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. കടം മാറാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. വീട് കിട്ടാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇതുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. रोटी खाने के लिए, भोजन खाने के लिए यीशु मसीह के पीछे चले जाते हैं, चंगाई प्राप्त करने के लिए यीशु मसीह के पीछे चले जाते हैं,
कर्जा कर्जा मिटाने के लिए यीशु मसीह के पीछे, घर प्राप्त होने के लिए यीशु मसीह के पीछे चले जाती है। ये सब प्राप्त होने से भी स्वर्ग राज्य में जाएंगे, कोई अनिवार्य बात नहीं है। കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിന്നണം, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്ന് നിങ്ങളെ ഭരിക്കും. प्रभु यीशु मसीह ने कहा, आप लोग मुझको खाना है, मैं आपके भीतर आकर, आपके अंदर आकर आपके ऊपर राज्य करूंगा। ഞാൻ ജീവന്റെ അപ്പമാകുന്നു. मैं जीवन की रोटी हूं। എന്നെ തിന്ന്, അല്ലാതെ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പിൻ. मुझे आप लोग खा लीजिए, जो नाश होने वाले भोजन के पीछे नहीं, अनंत जीवन में हमेशा के लिए टिके रहने वाला वो भोजन के लिए आप लोग इच्छा कीजिए। എന്താ സംഭവിക്കുന്നത്? അവരെ ഭരിക്കാൻ, യേശുവിനെ അകത്ത് കയറ്റാൻ അവർ തയ്യാറായില്ല. അവർ പറഞ്ഞു, വി വിൽ കം ഫോർ ദ മീറ്റിംഗ്, ഇഫ് ദർ ഈസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് വി വിൽ കം ഫോർ ദ മീറ്റിംഗ്. അല്ലാതെ അകത്ത് കയറി ഞങ്ങളെ ഭരിക്കാനൊന്നും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. प्रभु यीशु मसीह उनके अंदर आकर उनके ऊपर राज्य करने के लिए उनको इच्छा तो नहीं है। हम लोग मीटिंग में आएंगे, मीटिंग के बाद में भोजन होगा तो हम लोग आएंगे भोजन खाने के लिए मीटिंग के बाद में। പല ആളുകളും ഇതുപോലെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കിട്ടുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് നമ്മൾ മീറ്റിങ്ങിന് പോലും വരുന്നത്. कई लोग ऐसा सांसारिक बातें, सांसारिक वस्तुएं प्राप्त होगा ये इच्छा करके मीटिंग में भी उसी कारण से आते हैं। ആരോ പറഞ്ഞതുപോലെ ഇന്ന് ആളുകൾ ചർച്ചിൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇല്ലാത്തത് കിട്ടാനും കിട്ടിയത് പോകാതിരിക്കാനുമാണ്. कोई कोई व्यक्ति ने ऐसा कहा, आजकल लोग जो है कलीसिया में क्यों आते हैं? जो नहीं है उनके पास वो प्राप्त करने के लिए, और जो कुछ प्राप्त किया है वो नहीं खोने के लिए। ഇല്ലാത്തത് കിട്ടാനാണ് ആദ്യം വരുന്നത്. पहले कलीसिया में इसलिए आते हैं उनके पास जो नहीं है वो सब प्राप्त करने के लिए। അങ്ങനെ കഴിയുമ്പം ചിന്തിക്കും, എടാ ഇനിയും ചർച്ചിൽ പോയില്ലെങ്കിൽ ഇത് കിട്ടിയത് പോകുമോ എന്ന് പേടിച്ച്, കിട്ടിയത് പോകാതിരിക്കാനാ പിന്നെയും പോകുന്നത്. बहुत कुछ प्राप्त करने के बाद में अभी हम लोग आगे चर्च नहीं जाएंगे तो हमारे पास जो प्राप्त किया वो खो जाएगा शायद, इसलिए नहीं खोने के लिए फिर आगे कलीसिया में जाते रहते हैं। അവര് നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നില്ല. वे लोग कोई भी अनंतता के दर्शन में नहीं जीते हैं। 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ 5000 പേരിൽ ഏറ്റവും ഒടുവിൽ നിന്ന ആകെ 12 പേരാ. ബാക്കിയുള്ളവരെല്ലാം യേശുവിനെ ഇട്ടേച്ച് പോയെന്ന യോഹന്നാൻ 6:66 പറയുന്നത്. 5 रोटी और 2 मछलियों से 5000 लोगों को खाना खिलाने के बाद में अंत में जो बाकी रह गए, शेष रह गए, केवल 12 चेले रह गए थे। यूहन्ना रचित समाचार 6:66 में बताते हैं केवल उतना ही लोग बाकी रह गए थे। അവരെന്തുകൊണ്ടാണ് യേശുവിന്റെ കൂടെ നിന്നത്? बाकी सभी लोग प्रभु यीशु मसीह को छोड़ के चले गए, केवल 12 लोग क्यों प्रभु के साथ में खड़े रह गए? അവരെന്തുകൊണ്ടാണ് യേശുവിന്റെ കൂടെ നിന്നത്? वे जो 12 लोग थे वे लोग प्रभु यीशु मसीह के साथ में क्यों टिके रहे, क्यों खड़े रहे? അവര് ഭക്ഷണം തിരക്കിയല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. वे लोग जो है भोजन के लिए नहीं थे, बीमारी का चंगाई के लिए नहीं थे। അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല, കാര്യം നിന്റെ പക്കലുള്ളത് നിത്യജീവന്റെ മൊഴികളാണ്. वे लोगों ने कहा, हम आपको प्रभु यीशु मसीह को छोड़ के नहीं जाएंगे, क्योंकि प्रभु यीशु आपके पास अनंत जीवन के मोतियां आपके पास है। അപ്പോൾ നിത്യജീവന്റെ അഥവാ നിത്യതയുടെ ദർശനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ 12 പേര് യേശുവിന്റെ കൂടെ നിന്നത്. अनंत जीवन का दर्शन उनके अंदर था, इसीलिए ये 12 लोग प्रभु यीशु मसीह के साथ में टिके रहे। നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി. അല്ലാത്തവൻ അപ്പം തിരക്കി പോകുന്നവനാണ്
അവനോട്ട് സ്വർഗത്തിലും പോകത്തില്ല, ദൈവവുമായിട്ട് അവന് പറയുന്ന ബന്ധമൊന്നുമില്ല. अनंत अनंत जीवन का जो दर्शन जो लोग हैं वही है सच्चाई में प्रभु के पीछे चलने वाले लोग। बाकी सभी लोग जो हैं अनंत जीवन का दर्शन उनके पीछे उनके अंदर नहीं है। वे लोग रोटी ढूंढ के प्रभु के पीछे जाते हैं। യേശു തന്ന അപ്പം അവൻ തിന്നു, അപ്പം അകത്തുപോയി, പക്ഷെ യേശു പുറത്തായിരുന്നു. प्रभु यीशु मसीह ने जो रोटी दिया वो लोगों ने ले लिया और खा लिया। रोटी तो अंदर चले गया लेकिन यीशु मसीह बाहर थे। കർത്താവ് പറഞ്ഞു, എന്നെ അകത്ത് കയറ്റ, ഞാൻ ജീവന്റെ അപ്പമാകും. प्रभु यीशु मसीह ने कहा मुझे आप अंदर ले लीजिए, मैं जीवन की रोटी मैं हूं। ആമേൻ, आमीन, ഹല്ലേലൂയ. हालेलुया। അപ്പോൾ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവൻ, നിത്യജീവന്റെ മൊഴികൾ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. इसीलिए जो कोई अनंत जीवन के दर्शन में अपना जिंदगी बिताता है वही सच्चा प्रभु का संतान है। ആ നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് യേശു കർത്താവ് രണ്ടാമത് വരുന്നത്. वो अनंतता में हम हरेक को ले जाने के लिए प्रभु यीशु मसीह दूसरी बार आने वाले हैं। ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ തന്നിട്ട് നമ്മളെ ഇവിടെ കളഞ്ഞേച്ചു പോകാനല്ല യേശു വരുന്നത്. യേശു വരുന്നത് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. इस संसार में हमें बहुत कुछ देकर इस संसार में छोड़ के जाने के लिए नहीं, हमें साथ में अनंतता में ले जाने के लिए प्रभु आने वाले हैं। ഇന്ന് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിച്ച് വാസ്തവത്തിൽ ഈ ക്രിസ്തീയ സഭയെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ ഒരു സുവിശേഷമാണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്, ഭൗമിക സമൃദ്ധിയുടെ സുവിശേഷം. आजकल ये इस संसारिक रीति में बहुत कुछ मिलेगा या बहुत कुछ समृद्धि होगा, ऐसा बार बार सभी जगह पे भाषण दे के प्रचार करके मसीह कलीसिया के अंदर ही बहुत बड़ा गड़बड़ कर दिया। ऐसी वाली बात है, मसीह कलीसिया को ही बहुत बड़ा नाश पहुंचा दिया, ऐसा अवस्था हो गया है। യേശു ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചർ അല്ലായിരുന്നു. प्रभु यीशु मसीह ऐसा समृद्धि के बारे में संसारिक समृद्धि के बारे में प्रचार करने वाले व्यक्ति नहीं थे। യേശു ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിനക്ക് തിന്നാൻ തരും, നിനക്ക് കാറ് തരും, നിനക്ക് കുതിരയെ തരുമെന്നൊന്നും യേശു ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. प्रभु यीशु मसीह ने कभी भी ऐसा भाषण नहीं दिया, मेरे पास आएंगे तो मैं आपको भोजन दूंगा, कार दूंगा, बहुत बड़ा घोड़ा दे दूंगा, ऐसा कभी नहीं कहा। അങ്ങനെയുള്ള ഒരു കാര്യവും യേശു പ്രോമിസ് ചെയ്തിരുന്നില്ല. ऐसा कोई भी संसारिक बातें प्रभु यीशु मसीह ने प्रतिज्ञा नहीं की है। എൻ്റെ അടുത്ത് വന്നാൽ എന്തൊക്കെ കിട്ടുമെന്നല്ല, എൻ്റെ അടുത്ത് വന്നാൽ എന്തൊക്കെ പോകുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. मेरे पास आने से आपको क्या कुछ प्राप्त होगा ऐसा नहीं सिखाया, लेकिन मेरे पास आप आओगे तो क्या कुछ आपका खो जाएगा ऐसा प्रभु यीशु मसीह ने उनको सिखाया। മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ मत्ती रचित सुसमाचार 16 अध्याय 24 से आए जब हम लोग पढ़ते हैं, അവിടെ പറയുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. प्रभु यीशु मसीह ने मत्ती रचित सुसमाचार 16 का 24 में कहते हैं, जो कोई मेरे पीछे आने की इच्छा करता है वो अपने आप को इनकार करके खुद का क्रूस उठा के मेरे पीछे निरंतर आ जाए। ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് അവനെ തന്നെ ത്യജിക്കണം. यदि एक व्यक्ति मेरे पीछे आने की इच्छा करता है तो पहली बात है वो अपने आप को इनकार करना है। എന്ന് തന്നെയല്ല, തൻ്റെ ക്രൂശ് എടുത്ത്, യേശുവിൻ്റെ ക്രൂശ് അല്ല, അവനവൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. उतना ही नहीं, प्रभु यीशु मसीह का क्रूस नहीं, अपना खुद का क्रूस उठाकर दिन प्रतिदिन मेरे पीछे चलना है। ക്രൂശ് കാണിക്കുന്നത് മരണത്തെയാണ്. क्रूस जो दिखाता है मृत्यु को क्रूस दिखाता है। क्रूस दिखाता है मृत्यु को। അങ്ങനെ അതായത് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവനെ പോലെ വേണം യേശുവിന്റെ പിന്നാലെ പോകാനെന്ന്. बोलने का मतलब यह है क्रूस के लिए
मृत्यु के लिए जो जो दंड दिया गया है, नियुक्त किया गया है, ऐसा व्यक्ति के समान प्रभु यीशु मसीह के पीछे दिन प्रतिदिन चलना है। ക്രൂശ് എടുത്ത ഒരുത്തന് ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ മാത്രമേ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ആ, അവന് ഈ ക്രൂശ് എടുത്തുകൊണ്ട് നടന്ന് ഒരു ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അവനെ ക്രൂശിൽ കയറ്റും. പിന്നെ അവന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. क्रूस उठाने वाला व्यक्ति जो है उसको इस संसार में कुछ और थोड़े ही घंटे बाकी है। क्रूस उठाने के बाद में थोड़े समय के बाद में वे लोग क्रूस पर कीला ठोक के उसको कर देंगे और उसके बाद में वापस जिंदगी में वापस आ नहीं सकता है। അതായത് ജീവൻ ബാക്കിയില്ലാത്ത ഒരു വ്യക്തി അഥവാ ഇനി ദീർഘനാളുകൾ ജീവിക്കാൻ കഴിയുമെന്നൊരു ചിന്ത ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്നുകൂടെ ഉള്ളൂ എൻ്റെ ഈ സാധാരണ അതിനെക്കുറിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്. രണ്ട് രീതിയിൽ പറയാറുണ്ട്. ज्यादा दिन के लिए अभी जीवन नहीं है ऐसा समझ के जीने वाले व्यक्ति या क्रूस उठाने वाला व्यक्ति, उसके दो तरीके से उसके बारे में बताते हैं। ഈ പോസിറ്റീവ് പ്രീച്ചേഴ്സ് പറയുന്നത് ലിവ് ആസ് ഇഫ് ദിസ് ഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്, നിങ്ങൾ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണിത് എന്നതുപോലെ ജീവിക്കണമെന്നാണ് ഈ പോസിറ്റീവ് തിങ്കേഴ്സ് പ്രസംഗിക്കുന്നത്. पॉजिटिव थिंकर्स या शुभ शुभ चिंतक जैसे प्रचार करने वाले लोग ऐसा बताते हैं, हर एक दिन ऐसा अपना जीवन में बिताइए जैसा कि आपके जिंदगी का पहला दिन ये हो, ऐसा प्रतिदिन आप लोग अपना जीवन को बिताइए, ऐसा वो लोग कहते हैं। അപ്പൊ ഇഷ്ടംപോലെ സമയം ഇനിയും ബാക്കിയുണ്ടെന്ന്. बोलने का मतलब यह है बहुत समय अभी आपके जीवन में बाकी है, ऐसा वे लोग बोलते हैं। എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ലിവിങ് ആസ് ഇഫ് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസമാണിത് എന്നതുപോലെ ജീവിക്കുന്നതാണ് ക്രൂശ് എടുത്തുള്ള ജീവിതം. लेकिन मसीहत का जीवन, मसीही जीवन ये है कि आज जो है मेरे जिंदगी का आखिरी दिन है, ऐसा समझ के जीना है। वही है दिन प्रतिदिन अपना खुद का क्रूस उठा के प्रभु यीशु मसीह के पीछे चलना है। യേശുവിൻ്റെ പിന്നാലെ ഒരുവൻ പോകാൻ തീരുമാനിച്ചാൽ ഇനി ദീർഘനാളുകൾ ജീവിക്കുമെന്നുള്ള ചിന്തയോടെയല്ല, ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും, അതുപോലെ വേണം യേശുവിൻ്റെ പിന്നാലെ പോകുന്നവൻ ജീവിക്കാൻ. जो कोई यीशु मसीह के पीछे चलना चाहता है, चलता है, वो ये सोचना है कि आज का दिन मेरे जीवन में सबसे आखिरी दिन यदि होगा तो मैं कैसा जीऊंगा, वैसा दिन प्रतिदिन हम लोग प्रभु यीशु मसीह के पीछे जीना है। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. इसलिए 24 आयत में कहते हैं कि यदि कोई मेरे पीछे आना चाहे तो अपने आप का इनकार करे और अपना क्रूस उठाए और मेरे पीछे हो ले। 26-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുക, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? मत्ती 16 का 26 में कहते हैं, यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? സർവ്വ ലോകവും നേടാനുള്ള വ്യഗ്രതയിലാണ് ഇന്ന് മനുഷ്യനൊക്കെ ഓടുന്നത്. सारे संसार को प्राप्त करने के लिए, जीतने के लिए वो दौड़ में सारे मनुष्य आजकल दौड़ रहे हैं। സകലതും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ആളുകൾ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും. लोग भी वही भाषण करते हैं, वही सिखाते हैं, सब कुछ आपको मिल जाएगा। അതുകൊണ്ട് എല്ലാം നേടാനും എല്ലാം കൈക്കലാക്കുവാനുമുള്ള മോഹമാണ് ഇന്ന് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന സദൂക്യ ക്രിസ്ത്യാനികൾക്കുള്ളത്. इसलिए सब कुछ प्राप्त करने के लिए, सब कुछ जीतने के लिए ऐसा बहुत बड़ा इच्छा और प्यास है सदुकी जैसे जीने वाले मसीह लोगों के अंदर। അവര് ഇവിടെ എല്ലാം നേടാനായിട്ട് പരിശ്രമിക്കുകയാണ്. उनका इच्छा है कि संसार में सब कुछ प्राप्त करके रहना है। എന്നാൽ യേശുവിൻ്റെ പിന്നാലെ പോയവരൊക്കെ എങ്ങനെയാണ്? അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. लेकिन प्रभु यीशु मसीह के पीछे हो लिए वे लोग कैसे प्रभु का पीछे चलते थे? सभी जगह पे लिखा हुआ है, वे लोगों ने सब कुछ इनकार कर दिया, त्याग कर दिया और प्रभु के पीछे चले गए.
യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് प्रभु यीशु मसीह अपने चेलों को जो बुलाते हैं मत्ती रचित सुसमाचार 4थे अध्याय में जो हम लोग पढ़ते हैं, ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും വിളിച്ചു. शमौन को और उसका भाई अंद्रयास को बुलाया. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. मेरे पीछे हो लीजिए, मैं आपको मनुष्य को पकड़ने वाले बनाऊंगा करके बोल दिए. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. तब तुरंत वे लोग अपने जाल भी छोड़कर प्रभु यीशु मसीह के पीछे हो लिए. എന്നാൽ സെബദി മക്കളെ വിളിച്ചപ്പോൾ അവർ 22-ാം വാക്യത്തിൽ പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗമിച്ചു. लेकिन जबदी के पुत्रों को जब प्रभु यीशु मसीह ने बुलाया, तब 22वें आयत में देखिए, मत्ती 4:22 में, वे तुरंत नाव और अपने पिता को छोड़कर उसके पीछे हो लिए. പത്രോസിനും അന്ത്രയോസിനും വലയുള്ളായിരുന്നു. ആ ഉള്ള വല കളഞ്ഞേച്ച് കർത്താവിൻ്റെ പുറകെ പോയി. സെബദി മക്കൾക്ക് പടകും അപ്പനും ഉണ്ടായിരുന്നു. അത് കളഞ്ഞേച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി. पतरस और अंद्रयास को केवल जाल था, इसलिए जाल छोड़कर प्रभु के पीछे चले गए. लेकिन जबदी के पुत्रों को नाव भी था, पिताजी भी थे, वो दोनों भी छोड़ के वे लोग प्रभु के पीछे चले गए. ധനികനായ യുവാവ് യേശുവിനെ അനുഗമിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവനോട് കർത്താവ് പറയുന്നത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. मत्ती रचित सुसमाचार 19वें अध्याय में हम लोग पढ़ते हैं, एक अमीर एक युवक जो है प्रभु यीशु मसीह के पीछे आने के लिए इच्छा जो करता है. ഞാൻ മൊത്തം വായിക്കുന്നില്ല. എന്നാൽ ഒരാൾ വന്നിട്ട് നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം, എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ച് കർത്താവ് അവനുമായിട്ട് സംസാരിച്ചു. അവനോട് കർത്താവ് ഒടുവിൽ പറയുന്നത് 21-ാം വാക്യത്തിൽ, യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. एक व्यक्ति जो है प्रभु यीशु मसीह से पूछने के लिए आए, वो जो धनी व्यक्ति था, जो वो सब पूछने के लिए आए. उसके बाद में 21वें आयत में प्रभु यीशु मसीह उनसे कहते हैं, यीशु ने उससे कहा, यदि तू सिद्ध होना चाहता है तो जा अपना माल बेचकर कंगालों को दे और तुझे स्वर्ग में धन मिलेगा, और आकर मेरे पीछे हो ले. കർത്താവ് പറയുന്നത്, നീ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിന്നെ ഇരട്ടി സമ്പന്നനാക്കുമെന്നല്ല. കർത്താവ് പറഞ്ഞത് നിന്റെ സമ്പന്നത കളഞ്ഞേച്ചു വരാനാ. प्रभु ने ऐसा नहीं कहा आप मेरे पीछे हो जाओगे तो मैं तुझे दुगना धन संपत्ति दूंगा. ऐसा नहीं, आप आपका धन संपत्ति सब छोड़ के मेरे पीछे आओ, ऐसा प्रभु उनसे कहते हैं. അവൻ വളരെ വലിയ ധനികനായിരുന്നത് കൊണ്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. वहां पे लिखा हुआ है बहुत धनवान व्यक्ति था, इसलिए दुखित होकर शोकित होकर प्रभु के पास से दूर चले गए. കാര്യം കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ വേണ്ടി ധനം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. क्योंकि प्रभु यीशु मसीह के पीछे हो लेने के लिए, अपना धन संपत्ति इनकार करने के लिए वो तैयार नहीं था. പക്ഷേ പ്രോസ്പെരിറ്റി പ്രീച്ചർ പറയുന്നത് പോലെ ഇന്നത്തെ നിന്റെ ധനം അതിൻ്റെ ഇരട്ടി ഞാൻ നിനക്ക് തരുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. प्रॉस्पेरिटी या समृद्धि के बारे में प्रचार करने वाले जैसा प्रचारक कहते हैं, ऐसा आज तुम्हारे पास कितना धन संपत्ति है उसका दुगुना मैं तुम्हें दूंगा, ऐसा कुछ प्रभु यीशु मसीह ने उसको नहीं कहा. കർത്താവ് പറഞ്ഞ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ അതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത്. प्रभु यीशु मसीह ने कहा धनवान जो है स्वर्ग राज में प्रवेश करना जो है उससे आसान है ऊंट जो है सुई के नाके में से निकल जाना है. ഇത് കേട്ടിട്ട് പത്രോസ് അവനോട് പറയുന്നു 27-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ये सब सुनकर प्रेरित पतरस ने प्रभु यीशु मसीह से कहा, हम लोग ने तो सब कुछ छोड़ के आपके पीछे हो लिए हैं, हमको क्या प्राप्त होगा. 28-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. 28वें आयत में प्रभु यीशु मसीह उनसे कहते हैं, यीशु ने उनसे कहा, मैं तुमसे सच कहता हूँ कि नई उत्पत्ति में से मैं जब मनुष्य का पुत्र अपनी महिमा के सिंहासन पर बैठेगा तो तुम भी जो मेरे पीछे हो लिए हो 12 सिंहासनों पर बैठकर इजराइल के 12 गोत्रों का न्याय करोगे. അതായത് പുനർജനനത്തിലെ കാര്യമാണ്
പ്രധാനപ്പെട്ട കാര്യമായിട്ട് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. नए उत्पत्ति या नया स्वर्ग में जब जाएंगे वहां के बारे में महत्व की बात है, वो प्रभु यीशु मसीह उनको सिखाते हैं। ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെയാണ് യേശു കർത്താവ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പ്രസംഗകർ അങ്ങനെയല്ല. इस संसार के बाद का जो जीवन है वही ज्यादा महत्व का है, ऐसा प्रभु यीशु मसीह हमेशा प्रचार करते थे। लेकिन आजकल का प्रचारक ऐसे नहीं है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നുള്ളത് സദൂക്യ ക്രിസ്ത്യാനികളും സദൂക്യ പ്രസംഗകരുമാണ്. इसलिए प्रभु के दास ने कहा आजकल जो कोई है संसार में वे सदुकी के रीति रिवाज में प्रचार करने वाले और सदुकी के रीति रिवाज में चलने वाले मसीह लोग हैं। അപ്പൊ ചിലപ്പോൾ ആളുകൾ പറയും 29ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കുമെന്ന് എഴുതിയിട്ടില്ലയോ? ऐसा कोई लोग कहेंगे प्रभु के दास आप 29वां आयत थोड़ा पढ़ के देखिए, और जिस किसी ने घरों या भाइयों या बहनों या पिता या माता या लड़के बालों या खेतों को मेरे नाम के लिए छोड़ दिया है उसको 100 गुना मिलेगा और वह अनंत जीवन का अधिकारी होगा। ऐसा भी लिखा हुआ है कि नहीं प्रभु के दास? അപ്പം അവിടെ പറയുന്നത് 100 മടങ്ങ് തരുമെന്ന് പറഞ്ഞിട്ടില്ലയോ എന്ന് ചോദിക്കാം. वहां पे लिखा हुआ है 100 गुना देगा, ऐसा लिखा हुआ है कि नहीं प्रभु के दास? ऐसा कोई लोग पूछेंगे। എന്നാൽ എന്താണ് 100 മടങ്ങ് കിട്ടുന്നത്? लेकिन 100 गुना क्या मिलेगा वहां पे लिखा हुआ है? വീടുകള്, घर, വീടുകൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങളല്ല, ഭവനങ്ങൾ. घर का मतलब जो है ये बिल्डिंग नहीं है, जो भवन मिलेंगे। സഹോദരന്മാര്, भाइयों मिलेंगे, സഹോദരന്മാരെ വിട്ടാൽ സഹോദരന്മാരെ കിട്ടും. സഹോദരികൾ, भाई लोगों को छोड़ दिया तो भाई लोग मिलेगा। അപ്പന്, അമ്മ, माँ मिलेंगे, बाप मिलेंगे, മക്കൾ, बच्चे मिलेंगे, നിലങ്ങൾ. जमीन मिलेंगे। ഇത് കളഞ്ഞവന് 100 മടങ്ങ് ലഭിക്കും. ये सब जो लोगों ने इनकार किया है, छोड़ दिया है प्रभु के नाम से, तो उनको 100 गुना मिलेगा। അതായത് യേശുവിനെ അനുഗമിക്കുമ്പോൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഉപേക്ഷിച്ചാൽ നിനക്ക് 100 കണക്കിന് സഹോദരങ്ങളെ കിട്ടും. प्रभु यीशु मसीह के पीछे चलते समय, प्रभु यीशु मसीह के पीछे हो लेने के लिए आपने अपना खुद का भाई बहनों को यदि छोड़ दिया है या आपके भाई बहनों ने आपको छोड़ दिया है तो आपको 100 गुना भाई बहन आपको मिल जाएंगे। അപ്പൻ ഉപേക്ഷിച്ചാൽ 100 കണക്കിന് അപ്പന്മാരെ കിട്ടും. पिताजी ने आपको इनकार कर दिया है प्रभु यीशु मसीह के नाम से, तो आपको 100 गुना पिताजी लोग के जैसे लोग मिलेंगे। അമ്മ ഉപേക്ഷിച്ചാൽ 100 കണക്കിന് അമ്മമാരെ കിട്ടും. यदि आपके माँ ने आपको इनकार कर दिया है, त्याग दिया है, तो आपको 100 गुना माँ लोग मिलेंगे। അല്ലാതെ കാശ് കിട്ടുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. उसके बदले में यहाँ पे पैसा आपके हाथ में 100 गुना मिलेगा, ऐसा नहीं यहाँ पे बताया है। നിലങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷേ നിന്നെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടാൽ നിനക്ക് വേറൊരു ജോലി കിട്ടും. जमीन मिलेगा का मतलब, उसका मतलब ऐसा है शायद आपको प्रभु यीशु मसीह के नाम से कहीं नौकरी से भी आपको निकाल दिया तो दूसरा एक नौकरी आपको मिल जाएगा। വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 100 കണക്കിന് വീടുകൾ, ഭവനങ്ങൾ കിട്ടും. घर भी यदि आपको प्रभु यीशु मसीह के नाम से छोड़ के बाहर निकलने की नौबत आ गई तो 100 तरीके के 100 गुना आपको भवन मिल जाएंगे। ഞാൻ കർത്താവിനെ സ്വീകരിച്ച സമയത്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സന്ദർഭമുണ്ട്. प्रभु के दास जो है विश्वास के लिए जब खड़े थे विश्वास के नाम से उनके घर से उनको बाहर निकाल दिया गया था एक जमाने में। എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിന്റെ ഫെയ്ത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ലീവ് ദിസ് ഹൗസ്, എൻ്റെ വീട് അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. प्रभु के दास के पिताजी ने उनसे कहा आप विश्वास के लिए खड़े रहने वाले होंगे तो अभी जो है मेरा घर छोड़ के आप निकल जाइए, बाहर निकल जाइए। ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം. प्रभु के दास ने पिताजी से कहा हाँ पिताजी मैं निकल जाता हूँ। എൻ്റെ അങ്കിൾ എന്നെ തിരിച്ച് വിളിച്ച് വീട്ടിൽ കയറ്റി. उनके अंकल ने काका ने जो है उनको फिर से बुला के घर के अंदर वापस बुला लिया। പക്ഷേ രാത്രി 11 മണിക്ക് വീട് വിട്ടു പോകാൻ ഞാൻ തയ്യാറായിരുന്നു. लेकिन रात के 11 बजे पिताजी के कहने से प्रभु के दास जो है अपना घर छोड़ के बाहर जाने के लिए तैयार थे। എനിക്കന്ന് 12 വയസ്സേ ഉള്ളൂ. उस समय प्रभु के दास को केवल 12 साल का उम्र था.
പക്ഷെ ഞാൻ എൻ്റെ വീട് വിട്ടു പോകാൻ തയ്യാറായിരുന്നു, പക്ഷെ പോകേണ്ടി വന്നില്ല, ദൈവം വിട്ടില്ല. उस समय 12 साल के आयु में घर छोड़ के जाने के लिए तैयार थे, लेकिन परमेश्वर ने ऐसा छोड़ा नहीं, जाने के लिए जरूरत नहीं पड़ी। പക്ഷേ ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാലും ആളുകൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക. 100 കണക്കിന് വീടുകളെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. लेकिन आज जो है प्रभु के दास जो है सारे दुनिया में जहाँ कहीं भी जाते हैं, सभी लोग उनसे कहते हैं हमारे घर में थोड़ा आके रहिए, हमारे घर में आके रहिए। प्रभु के दास 100 गुना जो है भवन प्रभु के दास को परमेश्वर ने दिया है। എനിക്ക് അപ്പനെ പോലെയുള്ള 100 കണക്കിന് ആളുകളുണ്ട്. पिताजी के समान 100 गुना ऐसे लोग हैं। എൻ്റെ സ്വന്തം അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന അനേക അമ്മമാരെ കർത്താവ് എനിക്ക് തന്നു. खुद की माता से बढ़कर मुझे प्रेम करने वाले कई सारे माताओं को प्रभु ने दिया। 100 കണക്കിന് സഹോദരങ്ങളെ കർത്താവ് തന്നു. 100 गुना भाई बहनों को दिया। 100 കണക്കിന് സഹോദരികളെ കർത്താവ് തന്നു. 100 गुना भाइयों को बहनों को दिया। ഇതൊക്കെയാ കർത്താവ് 100 മടങ്ങ് 100 മടങ്ങെന്ന് പറഞ്ഞത്. അല്ലാതെ നിനക്ക് ഇത് കാശ് കൊണ്ട് നിന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇനിയും നമ്പർ കൂടി വരുമെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. यही सब बातें प्रभु ने कहा 100 गुना मिलेगा। ऐसा प्रभु ने नहीं कहा कि आपके बैंक के अकाउंट में जो है पैसा बढ़ते 100 गुना होगा, ऐसा प्रभु ने नहीं कहा। ഇപ്പോൾ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ നിന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കേ, ഇപ്പോൾ ഒരക്കം കൂടെ കൂടുതൽ വന്ന് കിടപ്പുണ്ട്, 10,000 നിന്റെ അക്കൗണ്ടിൽ വന്ന് വീഴാൻ പോവുകയൊക്കെയാണെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പുറകെ ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്. आजकल के ये समृद्धि के प्रचार करने वाले लोगों के बारे में सोचिए। वे लोग कहेंगे आपके अकाउंट में, बैंक के अकाउंट में देखिए और एक आंकड़ा बढ़ गया है, बहुत आंकड़ा बढ़ने वाला है। ऐसे लोगों के प्रचार करने वालों के बीच में आप लोग कृपा करके मत जाइए। പലരും ഇന്ന് സ്വർഗത്തെ അല്ല സ്നേഹിക്കുന്നത്, നിത്യതയെ അല്ല സ്നേഹിക്കുന്നത്, ഭൂമിയിലെ കാര്യങ്ങളെയാണ് സ്നേഹിക്കുന്നത്. कई लोग जो है आजकल स्वर्ग को प्रेम नहीं करते हैं, अनंतता को प्रेम नहीं करते हैं, इस संसारिक बातों को ज्यादा से ज्यादा प्रेम करते हैं। നമ്മുടെ മനസ്സ് മുഴുവൻ സ്വർഗത്തിലായിരിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. प्रभु का वचन हमें सिखाता है हमारा मन पूरा जो है स्वर्ग में ही होना चाहिए। ഭൂമിയിലുള്ളതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. वो पृथ्वी के ऊपर की नहीं आप लोग ढूंढना नहीं है। കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ कोलोस्सर का पत्रिका 3 का 1 से लेके जब हम लोग पढ़ते हैं, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. सो जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तुओं की खोज में रहो, जहां मसीह वर्तमान है और परमेश्वर के दाहिने ओर बैठा है। ഞാൻ യേശുവിന്റെ കൂടെയാ ജീവിക്കുന്നത്. मैं प्रभु यीशु मसीह के साथ में जीवन व्यतीत करता हूँ। എനിക്ക് യേശു ഇരിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെ കുറിച്ചേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. मुझे तो है यीशु जहाँ बैठे हैं वहाँ की बातों के बारे में, वहाँ की वस्तुओं के बारे में ही विचार करना है। ഞാൻ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിരിക്കുന്നേ ഇല്ല. मैं इस संसारिक बातों के ऊपर विचार करता ही नहीं हूँ। 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്നാണ്. दूसरा आयत में कहते हैं पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगायो। ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം മതി എനിക്ക്. मसीह यीशु के साथ में संबंध का जीवन ही मुझे चाहिए। നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. आप लोग मर चुके हैं, आपका जीवन मसीह के साथ में छुपा हुआ है। നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. जब मसीह जो हमारा जीवन है प्रकट होगा तो तब तुम भी उसके साथ महिमा सहित प्रकट किए जाओगे। എന്റെ മനസ്സിൽ മുഴുവൻ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. मेरे मन के अंदर जो आगे प्रकट होने वाला है वो महिमा के बारे में ही मैं विचार करते रहता हूँ। ആ തേജസ്സിന് വേണ്ടി എന്നെ ഒരുക്കാനാ ഞാൻ നോക്കുന്നത് മുഴുവൻ. वो महिमा के लिए मुझे तैयार करने के लिए हमेशा मैं जागते रहता हूँ। ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ 2-ാം വരവിൽ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. जब मसीह प्रकट होगा प्रभु यीशु मसीह के दूसरे आगमन पर मैं भी प्रभु यीशु मसीह के साथ में महिमा सहित प्रकट होगा। അവന്റെ 2-ാമത്തെ വരവ് എനിക്ക് എന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. प्रभु का दूसरा आगमन जो है मुझे महिमा में ले जाने के लिए है।
അങ്ങനെ തേജസ്സാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ऐसा महिमा जो है मेरे मन के अंदर पूरा भरा पड़ा हुआ है. നമ്മള് ഈ തേജസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ പോലും എല്ലാം ഭൗമികതയുമായി ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും ആലോചിക്കുന്നത്. हमारे जीवन में हम लोग जो है महिमा की जो बातें हैं वो भी संसारिक बातों के साथ में जोड़ के ही सोचते हैं. ഈ ചില വാക്യങ്ങൾ പോലും നമ്മൾ അങ്ങ് എടുത്ത് മറിച്ച് കളഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. कई सारे प्रभु के वचन के अंदर के जो वचन है आयत है वो भी हम लोग उल्टा पुल्टा कर दिया, ऐसा अवस्था हो गया. ഞാനൊരിക്കലെ ഒരു ടി വിയിലെ ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കുകയായിരുന്നു. एक बार प्रभु के दास जो है टीवी के अंदर प्रभु का वचन किसी का प्रचार सुन रहे थे. ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചറാ, എനിക്കറിയത്തില്ല. एक समृद्धि का प्रचार करने वाला एक प्रचारक है. प्रभु का दास उनको जानते नहीं है. അങ്ങേര് റോമാലേഖനം 8-ാം അധ്യായത്തിന് 32-ാം വാക്യമാണ് വായിച്ചത്. उस व्यक्ति ने रोमियो का पत्रिका 8:32 पढ़ रहे थे. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? जिसने अपने निज पुत्र को भी न रख छोड़ा परंतु उसे हम सबके लिए दे दिया, वह उसके साथ हमें और सब कुछ क्यों न देगा? സകലവും നൽകാതിരിക്കുമോ? सब कुछ क्यों न देगा? നിങ്ങൾ എല്ലാരും പറഞ്ഞേ സകലവും. आप लोग सब लोग बोलिए सब कुछ. നിങ്ങൾ പറയാനല്ല, ഞാൻ പറഞ്ഞത് അങ്ങേര് പ്രസംഗിക്കുന്നത് കേട്ടത് ഞാൻ പറഞ്ഞതാ. आप लोग बोलने के लिए नहीं, लेकिन वो व्यक्ति जो प्रचार कर रहा था वो प्रभु के दास ने जो सुना आपको बता रहे. നിങ്ങൾ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ, നിങ്ങൾ കാണുന്നതൊക്കെ എന്താണ്? സകലവും അത് നിങ്ങൾക്ക് കിട്ടും. आप लोग आंख खोल के देखिए, जो सब कुछ है वो सब कुछ जो आंख से दिखता है वो सब कुछ आपको मिल जाएगा. നീ കാറ് കാണുന്നുവോ? കാറ് കിട്ടും നിനക്ക്. വീട് കാണുന്നുവോ? വീട് കിട്ടും നിനക്ക്. പണം കാണുന്നുവോ? പണം കിട്ടും നിനക്ക്. സകലവും നിനക്ക് തരും. आप आंखों से क्या घर देखते हैं, क्या घर आपको मिल जाएगा. आंखों से कार गाड़ी देखते हैं, क्या गाड़ी आपको मिल जाएगा. वो आपको आंखों से क्या कुछ दिखते हैं वो सब कुछ आपको मिल जाएगा. വാസ്തവത്തിൽ ഈ വാക്യമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഇവരെയൊക്കെ എന്താണ് ഇങ്ങനെ നശിപ്പിച്ചു കളയല്ലേ? വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ എന്ത് വ്യത്യസ്തമായ നിലയിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. सच्चाई में देखिए प्रभु का वचन के एक एक आयत जो है गलत रीति से व्याख्यान करके एकदम खराब करके रख रहे हैं ये लोग. എന്താണ് വാസ്തവത്തിൽ അവിടെ പറയുന്ന കാര്യം? सच्चाई में वहां पे क्या बताया गया है सोचिए. 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 28 से लेके जब वचन हम लोग पढ़ते हैं, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. और हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं और उनके लिए सब बातें मिलकर भलाई को उत्पन्न करती हैं, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए गए हैं. അവിടെയും പ്രശ്നമുണ്ട്. നന്മയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ എല്ലാം വരുന്നത്. वहां पे भी एक गड़बड़ है. भलाई जो वहां पे लिखा हुआ है तो ऐसे प्रचार करने वालों के मन में आता है संसारिक सभी भलाइयों के बारे में याद आता है. എന്നാൽ പ്രിയമുള്ളവരെ, ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഭൗമികമായ ഒരു കാര്യത്തെക്കുറിച്ച് പോലും പറയുന്നില്ല. लेकिन हे प्रियो, ये रोमियो का पत्रिका 8वां अध्याय में संसारिक भलाई के बारे में, संसारिक कोई भी बातों के बारे में बिल्कुल बोला ही नहीं है. വേദപുസ്തകത്തെ കോട്ടിമാട്ടുന്ന ഇതുപോലെയുള്ള പ്രസംഗകരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. प्रभु के वचन के एक एक आयतों को ऐसा उल्टा पुल्टा करने वाले, गलत सिखाने वाले, गलत व्याख्यान करने वालों के ऐसे भाषण या प्रचार आप लोग बिल्कुल सुनना ही नहीं है. എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്? वहां पे क्या है, अर्थ क्या है? प्रभु को जो लोग प्रेम करते हैं उनके जीवन में सब कुछ भलाई को उत्पन्न करती है, वो लिखा, उसका अर्थ क्या है? നമ്മളൊക്കെ ഈ നന്മ എന്ന് പറയുന്നത് ഭൗമിക കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്ത. हमारे हर एक लोगों के अंदर का विचार भी ऐसा ही है. भलाई का मतलब इस संसारिक भलाइयों के बारे में हम लोग सोच लेते हैं. എന്നാൽ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ മുഴുവനും പറയുന്നത് നമ്മൾ വരുവാനുള്ള തേജസ്സിനെ കുറിച്ചാണ്. लेकिन रोमियो का पत्रिका 8वां अध्याय में पूरा बताया गया है हमारे अंदर जो आने वाला है, प्रकट होने वाला है, वो महिमा के बारे में. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെയും സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. हमारे अंदर जो प्रकट होने वाला महिमा को याद करेंगे तो इस संसार में जो हमारे ऊपर होता है क्लेश जो है वो एकदम नहीं के बराबर है. അവിടെ നമ്മൾ കാണുന്ന 29-ാമത്തെ വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. 29वें आयत में हम लोग पढ़ते हैं 8 के
क्योंकि जिन्हें उसने पहले से जान लिया है उन्हें पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो, ताकि वह बहुत भाइयों में पहलौठा ठहरे। അവൻ മുന്നറിഞ്ഞവരെ ആ, മുൻ നിയമിച്ചിരിക്കുകയാണ്. जिन लोगों को परमेश्वर ने पहले से जान लिया है उनको पहले से ठहराया भी है। എന്തിനായിട്ടാ മുൻ നിയമിച്ചിരിക്കുന്നത്? इस कार्य के लिए पहले से ठहराया है, കാശ് കൊടുക്കാൻ വേണ്ടിയല്ല, पैसा देने के लिए नहीं, സമ്പന്നനാക്കാൻ വേണ്ടിയല്ല, धन संपत्ति बढ़ाने के लिए नहीं, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. उनके पुत्र के स्वरूप में अनुरूप होने के लिए हम हरेक को पहले से ठहराया गया है। എന്തിനാ നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? क्यों हम हरेक को इस संसार में रखा है? ഇവിടുത്തെ മുഴുവൻ പൈസയും നിന്റെ വന്നിട്ട് നീ ഇങ്ങനെ വലിയ കാശുകാരനായിട്ട് നടക്കാനല്ല നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്. संसार का सभी धन दौलत, सभी पैसा आपके पास आकर आप बहुत रईस या अमीर और धन संपन्न वाला व्यक्ति होकर संसार में रहने के लिए प्रभु ने आपको नहीं बुलाया है। ഞാൻ യേശുവിനെ പോലെ ആകുവാനാണ് ദൈവം എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്. मैं प्रभु यीशु मसीह के जैसे ही हो जाने के लिए प्रभु ने मुझे पहले से ठहराया है। അങ്ങനെ 30-ാമത്തെ വാക്യത്തിൽ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 30वीं आयत में कहते हैं, फिर जिन्हें उसने पहले से ठहराया उन्हें बुलाया भी, जिन्हें बुलाया उन्हें धर्मी भी ठहराया, और जिन्हें धर्मी ठहराया उन्हें महिमा भी दी है। ആ തേജസ്സാണ് ആത്യന്തികമായി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. अंत में हमारे के लिए वो महिमा परमेश्वर ने तैयार करके रखा है। ഇപ്പോഴേ നമ്മൾ തേജസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആത്യന്തികമായി ആ തേജസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. अभी ही हम लोग उस महिमा में प्रवेश कर लिए हैं, लेकिन सच्चाई का परिपूर्ण वो महिमा में हम लोग पहुंचने का एक अवस्था होगा। നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ താഴോട്ട് വായിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ട്? 31-ാം വാക്യത്തിൽ ഇത് സംബന്ധിച്ച്, ഏത്? ഈ തേജസ്കരണം സംബന്ധിച്ച് നമ്മൾ എന്തു പറയണം? ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? 31वीं आयत में देखिए, सो हम इन बातों के विषय में क्या कहें? यदि परमेश्वर हमारी ओर है तो हमारा विरोधी कौन हो सकता है? इन बातों का मतलब क्या है? ये महिमा के संबंध में हम लोग क्या कहें? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 32वां आयत, जिसने अपने निज पुत्र को भी न रख छोड़ा परंतु उसे हम सबके लिए दे दिया, वह उसके साथ हमें और सब कुछ क्यों करना देगा? കർത്താവ് മുൻ നിയമിച്ചവരെ വിളിച്ചു. परमेश्वर ने जिनको पहले से ठहराया उन्हें बुलाया, മുൻ വിളിച്ചവരെ നീതീകരിച്ചു. जिन्हें बुलाया उन्हें धर्मी भी ठहराया। നമ്മളെ നീതീകരിക്കാൻ വേണ്ടി യേശുവിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുമായി ഏൽപ്പിച്ചു തന്നു. हम हरेक को धर्मी ठहराने के लिए प्रभु यीशु मसीह को हम हरेक के लिए सौंप के दे दिया। അങ്ങനെ നമ്മളെ നീതീകരിക്കാൻ യേശുവിനെ ഏൽപ്പിച്ചു തന്നുവെങ്കിൽ നീതീകരിച്ചേച്ചു വഴിക്കിട്ട് ഇടുകയില്ല. തേജസ്കരണം വരെയും അവൻ സകല കാര്യത്തിലും നമ്മളെ വഴി നടത്തുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ऐसा हमें धर्मी ठहराने के लिए प्रभु यीशु मसीह को हमारे लिए जो दे दिया, धर्मी ठहराने के बाद में मार्ग में रास्ते में छोड़ के नहीं जाएगा। महिमा प्राप्त करने तक जो कुछ जरूरत है सब कुछ प्रभु निरंतर हमें देता रहेगा। वही है इस वाक्य का अर्थ। ആ തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, ആ തേജസ്സാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. वो महिमा में हमारे को ले जाने के लिए वो महिमा ही है, महिमा को प्राप्त करना वही है सबसे मुख्य बात। അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, എൻ്റെ മനസ്സും ജീവിതവും എൻ്റെ മനസ്സ് മുഴുവൻ അതേ ഉള്ളൂ. ഞാൻ തേജസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അവൻ എന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് എൻ്റെ മനസ്സ് മുഴുവൻ, അല്ലാതെ ഇവിടുത്തെ പൈസയോ കാശോ പണമോ ഒന്നുമല്ല. 18वें आयत में भी देखिए, क्योंकि मैं समझता हूं कि इस समय के दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाली है कुछ भी नहीं है। हमेशा जो है मेरे अंदर वही है, वो महिमा जो प्राप्त करना है, महिमा में प्रवेश हो रहा हूँ। इस संसार का धन दौलत और पैसा और वो कुछ भी मेरे मन के अंदर नहीं है, केवल महिमा में बातें, वही बातें हैं। നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ,
हमारे अंदर जो प्रकट होने वाली है वो महिमा के बारे में यदि हम लोग याद करेंगे, കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്, കാരണം അതെന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. प्रभु यीशु मसीह का आगमन के लिए मैं राह देखते रहता हूं, क्योंकि वो मुझे महिमा में ले जाने वाली है. തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ, തേജസ്സാണ് ഏറ്റവും പ്രധാനം. महिमा में ले जाने का अवस्था, महिमा वही सबसे मुख्य बात है. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ്സാണ് എൻ്റെ മനസ്സ് മുഴുവൻ. इस संसार में जीते समय भी मेरे अंदर जो प्रकट होने वाला है वो महिमा के बारे में, वही मेरे मन के अंदर भरा हुआ है. കർത്താവ് വരുന്നത് എന്നെ തേജസ്കരിക്കുവാൻ വേണ്ടിയാണ്. प्रभु आने वाले हैं मुझे महिमा में प्रवेश करवाने के लिए. ഇവിടെ കഷ്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. इस संसार में जब हम लोग जीते हैं, दुख तकलीफ मुसीबत हमारे जीवन में है, लेकिन हमारे अंदर जो प्रकट होने वाला है वो महिमा को याद करेंगे तो इस संसार का क्लेश कुछ भी नहीं है. ഈ ഭൂമിയിലെ ഒരു കാര്യവും എന്നെ അലട്ടുന്നില്ല, കാരണം ഇതിലൂടെയൊക്കെ നടന്ന് ഞാൻ ഒടുവിൽ ചെല്ലുന്നത് തേജസ്സിലേക്കാണ്. इस संसार की कोई भी बातें, दुख तकलीफ मुसीबत कोई भी मुझे परेशान नहीं करती है, क्योंकि मैं इसके अंदर से गुजरते हुए पहुंचने वाला हूं महिमा में. ഞാൻ ജീവിക്കുന്നത് നിത്യതയുടെ ദർശനത്തിലാണ്. मैं हमेशा दिन प्रतिदिन जीता हूं अनंतता के दर्शन में. ആ നിത്യതയുടെ ദർശനത്തിൽ പുതിയ നിയമത്തിലുള്ളവർ മാത്രമല്ല, പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരും ജീവിച്ചത് ഈ നിത്യതയുടെ ദർശനത്തിലാണ്. ये अनंतता के दर्शन में केवल नया नियम के विश्वासी लोग ही नहीं, पुराने नियम के विश्वासी लोग भी ये अनंतता के दर्शन में ही जीते थे. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ इब्रानियों के पत्री 11 अध्याय जब हम लोग पढ़ते हैं, അബ്രഹാമിന്റെ കാര്യം ആദ്യം നമ്മളവിടെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 8 से लेकर जब आयत पढ़ते हैं तो अब्राहम के बारे में वहां पे हम लोग पढ़ते हैं. നമ്മൾ ചിന്തിക്കും പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കെല്ലാം ഭൂമിയിലുള്ള കാര്യം ആ ദൈവം കൊടുത്തതെന്ന്. हम लोग शायद सोचेंगे पुराने नियम के पवित्र लोगों को, विश्वासी लोगों को इस संसारिक सब बातें परमेश्वर ने दिया होगा. അല്ല, അവരൊക്കെ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരാണ്. नहीं, वे लोग भी अनंतता के दर्शन में ही जीते थे. അബ്രഹാമിന്റെ യാത്രയെക്കുറിച്ച് 8-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. इब्रानियों का 11 का 8 में हम लोग पढ़ते हैं, विश्वास से इब्राहिम जब बुलाया गया तो आज्ञा मानकर ऐसी जगह निकल गया जिसे मिरास में लेने वाला था, और यह न जानता था कि मैं किधर जाता हूं, तो भी निकल गया. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നേരമില്ല, എങ്കിലും ഞാൻ പെട്ടെന്ന് പറയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. उसके बारे में ज्यादा बोलने के लिए वक्त नहीं है, लेकिन संक्षिप्त में प्रभु के दास बताएंगे. अब्राहम से परमेश्वर ने कहा, मैं आपको दिखाने वाले उस देश में आप निकल जाइए. ദേശം കാണിച്ചു പോലും ഇല്ല, എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് അറിയാൻ വയ്യാതാ പോകുന്നത്. देश भी अब्राहम को दिखाया नहीं, कहाँ जाने वाले हैं वो मालूम नहीं है, उस जगह पे जा रहे हैं. ഒടുവില് കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. अंत में कनान देश में जब पहुंच गए, वहां पे परमेश्वर ने कहा, ये देश में आपको हक के रूप में दे रहा हूं. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, लेकिन वहां पहुंच जाने के बाद में ആ ദേശം കൈവശമാക്കുവാൻ വലിയ ആക്രാന്തമൊന്നും അബ്രഹാം കാണിച്ചില്ല. वो देश को हासिल करने के लिए, कब्जा करने के लिए बहुत बड़ा परिश्रम कुछ अब्राहम ने नहीं किया. കാര്യം അബ്രഹാമിന് ആ ദേശത്തേക്കാൾ വലുതായിരുന്നു അവനെ വിളിച്ച ദൈവം. क्योंकि अब्राहम के लिए उस देश से बढ़कर था अब्राहम को जो बुलाया परमेश्वर. ആ വാഗ്ദത്ത ദേശത്ത് അവൻ ചെന്നിട്ട് പോലും അതിനെ കൈവശപ്പെടുത്തുവാൻ അവൻ പരിശ്രമിച്ചേയില്ല. प्रतिज्ञा किया हुआ देश में पहुंचने के बावजूद उस देश को कब्जे में लेने के लिए अब्राहम ने कोई परिश्रम नहीं किया. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു.
इब्रानियों का पत्रिका 11 का 9 में हम लोग पढ़ते हैं, विश्वास ही से उसने प्रतिज्ञा किए हुए देश में, जैसे पराये देश में परदेशी रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा के वारिस थे, तंबुओं में वास किया, क्योंकि वह उस स्थिर नींव वाले नगर की बाट जोता था, जिसका रचने वाला और बनाने वाला परमेश्वर है। ദൈവം അവനോട് പറഞ്ഞു, ഈ നാട്, ദേശം ഞാൻ നിനക്ക് തരുമെന്ന്. परमेश्वर ने अब्राहम से कहा, इस देश में आपको देने वाला हूं. എന്നാ പിന്നെ ഈ ദേശം മുഴുവൻ അങ്ങ് കൈവശമാക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല. ऐसा है तो मैं पूरा देश को कब्जा कर लूंगा, ऐसा उन्होंने विचार नहीं किया. അവൻ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അതൊരു അന്യദേശത്ത് എന്നതുപോലെ താമസിച്ചെന്ന്. वहां पे लिखा हुआ है एक अन्य देश, एक परदेशी होकर वहां पे जीने लगा. കാര്യം എന്താ? कारण क्या है? കർത്താവ് പറഞ്ഞു, നിനക്ക് ഇവിടെ താമസിക്കാൻ ഈ ദേശം തരൂ. क्योंकि परमेश्वर ने कहा, आपको इस संसार में जीने के लिए ये देश दूंगा. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വലിയ പട്ടണം ഒരുക്കുന്നുണ്ട്. लेकिन मैं आपके लिए बहुत बड़ा एक शहर आपके लिए बना रहा हूं. അത് ഞാൻ ഉണ്ടാക്കിയ പട്ടണമാണ്. वो मैंने बनाया हुआ शहर है. ആ പട്ടണം അതാണ് നിന്റെ നിത്യദേശം. वही है आपका अनंत 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 देश. പിന്നെ ഇവിടെ ജീവിക്കാൻ നിനക്ക് ഇവിടെ ഒരു ചില സ്ഥലം ഞാൻ തന്നേക്കാം, അതായി കനാൻ നാട്. लेकिन इस संसार में जीने के लिए थोड़ा सा जगह मैं आपको दे दूंगा, वही है कनान का देश. അബ്രഹാമിന് 2 നാട് കർത്താവ് പറഞ്ഞു, 2 നാട് കൊടുത്തു. अब्राहम को परमेश्वर ने 2 देश दिया. ഇവിടെ താമസിക്കാൻ കനാൻ നാടും അതിനുശേഷം സ്വർഗവും. इस संसार में जीने के लिए कनान का देश और उसके बाद में स्वर्ग. നമുക്കും ഇതുപോലെ തന്നെ ഇവിടെ താമസിക്കാൻ കർത്താവ് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. हमारे जीवन में भी ऐसा ही है. इस संसार में जीने के लिए जरूरत की जो कुछ बातें हैं प्रभु ने हमें दिया है. പക്ഷേ അബ്രഹാം ദൈവം ശില്പിയായ നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. കനാൻ നാടൊന്നും അവന്റെ തലയെ കയറിയില്ല. लेकिन अब्राहम जो है, परमेश्वर ने जो रचने वाला और नेव डालने वाला जो परमेश्वर है, उस देश के लिए वो राह देखते रहता था. कनान देश जो है उसका सिर के अंदर प्रवेश ही नहीं किया. അതുകൊണ്ട് എന്താണ്, ആ വാഗ്ദത്ത ദേശത്ത് അവനൊരു അന്യദേശത്ത് എന്നതുപോലെ താമസിച്ചു. इसीलिए क्या हुआ, प्रतिज्ञा किया हुआ कनान देश में भी अब्राहम जो है एक अन्य देश और एक परदेशी और मुसाफिर होके जीने लगा. അവിടെ വലിയ കൊട്ടാരമൊന്നും അവൻ പണിതില്ല. उस कनान देश में बहुत बड़ा महल वगैरह अब्राहम ने नहीं बनाया. പകരം അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. उसके विपरीत वो तंबुओं में रहने लगा. യാക്കോബും ഇസ്ഹാക്കും അവന്റെ കൂടെ ഉണ്ട്. याकूब और इसहाक भी उसके साथ में ही है. അവരോട് അവൻ എന്തു പറഞ്ഞു? മോനെ, ഇതൊന്നും അല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്. അത് കനാൻ നാടല്ല, അത് സ്വർഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. എപ്പോഴും സ്വർഗീയ ദർശനത്തിൽ ജീവിക്കണം. अब्राहम ने अपने इसहाक और याकूब को क्या बताया? बेटो, ये कनान देश हमारा देश नहीं है, हमारे लिए एक स्वर्ग प्रभु ने तैयार करके रखा है. ये सांसारिक बातों के पर ज्यादा ध्यान नहीं लगाना है, वो स्वर्गीय बातों के ज्यादा ध्यान हमेशा अनंतता अनंत जीवन के बारे में उनको बताते थे. അതുകൊണ്ട് അവർ ഈ രാജ്യത്തിലെ ഈ കനാൻ നാടൊന്നും അവരുടെ തലയെ കയറിയില്ല. 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. 13वें आयत में हम लोग पढ़ते, ये कनान देश जो है इनके सिर के अंदर प्रवेश ही नहीं किया. 13वें आयत में हम लोग पढ़ते, ये सब विश्वास ही की दशा में मरे और उन्होंने प्रतिज्ञा की हुई वस्तुएं नहीं पाई, पर उन्हें दूर से देखकर आनंदित हुए और मान लिया कि हम पृथ्वी पर परदेशी और बाहरी है. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മളെല്ലാം പറയേണ്ടത്, ഓ എന്തോന്ന് ഭൂമി, എനിക്കിവിടെ എന്തോ എടുക്കാനാ, ഞാൻ ഏതാണെങ്കിലും അങ്ങ് പോകാനുള്ളവനാ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു നഗരമുണ്ട്, ഇതായിരിക്കണം എൻ്റെ മനസ്സ് മുഴുവൻ. हम लोग इस पृथ्वी पर जीते समय क्या पृथ्वी है, क्या है, मुझे नहीं चाहिए जमीन वगैरह, मुझे तो स्वर्ग में जाना है. प्रभु ने मुझे स्वर्ग लोग तैयार करके रखा है. ऐसा हमारे जीवन में याद करके हमको जीना है.
16-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവരോ അധികം നല്ലതിനെ 16वें आयत बोल के वचनों को आज समाप्त करेंगे। पर वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है, इसीलिए परमेश्वर उनका परमेश्वर कहलाने में उनसे नहीं लज्जाता। सो उसने उनके लिए एक नगर तैयार किया है। ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്തട്ടെ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. अंत में 16 आयत बोल के समाप्त करना चाहते हैं। पर वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है, इसीलिए परमेश्वर उनका परमेश्वर कहलाने के लिए नहीं लज्जाता। ഭൂമി ജീവിക്കുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ സ്വർഗീയമായതായിരുന്നു. पृथ्वी के ऊपर जीते समय उनका मन पूरा स्वर्गीय बातों के ऊपर था। എൻ്റെ മനസ്സിൽ സ്വർഗമേ ഉള്ളൂ. मेरे दिल के अंदर, मेरे मन के अंदर केवल स्वर्ग ही भरा हुआ है। കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നത് എവിടെയാണോ അതാണ്. ഈ കൊലോസ്യർ 3:1 നമ്മൾ വായിച്ച വേദഭാഗം അതാണല്ലോ. വളരെ കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. കൊലോസ്യർ 3:1 ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. क्योंकि मसीह जहाँ पे है वहाँ की बात है। कोलोस्यों के पत्र 3 अध्याय में जैसा लिखा हुआ है, मसीह जी उठ के जो अभी स्वर्ग में बैठे हुए हैं वहाँ की बातें हमको सोचना है। അപ്പൊ എൻ്റെ മനസ്സ് മുഴുവൻ ഉയരത്തിലുള്ളതേ ഉള്ളൂ. मेरा मन जो है हमेशा स्वर्गीय बातों के ऊपर ही विचार करते रहता है। ഞാൻ ഈ ഭൂമിയിലാ ജീവിക്കുന്നത്, मैं इस संसार में जीता हूँ, പക്ഷെ ഞാൻ ഇവിടെ അന്യനും പരദേശിയുമാണ്. लेकिन मैं यहाँ पे बाहरी और परदेशी व्यक्ति हूँ। എനിക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ കർത്താവ് പോയിട്ടുണ്ട്. मेरे लिए जगह तैयार करने के लिए प्रभु यीशु मसीह गए हैं। ഒരു ദിവസം എൻ്റെ യേശു കർത്താവ് വരും. ആ വരവാണ് എൻ്റെ പ്രത്യാശ മുഴുവൻ. एक दिन मेरे प्रभु यीशु मसीह आएंगे, वो आगमन है। मेरे दिल के अंदर पूरा आशा वही है। അവിടുന്ന് വന്നാൽ എന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോകും. प्रभु यीशु मसीह आने से मुझे महिमा में ले जाएंगे। ആ തേജസ്സാ എനിക്ക് വേണ്ടത്. എനിക്ക് ഈ ഭൂമിയിലെ സമ്പത്തല്ല വേണ്ടത്, എനിക്ക് സ്വർഗത്തിന്റെ തേജസ്സാ വേണ്ടത്. मुझे वो महिमा चाहिए, स्वर्ग का महिमा मुझे चाहिए। इस संसार का धन दौलत मुझे नहीं चाहिए। ഒരു വിശ്വാസി സമ്പത്തിന്റെ പുറകെ പോകുന്നവനല്ല, തേജസ്സിന്റെ പുറകെ പോകുന്നവനാണ്. एक विश्वासी जो है दुनिया का धन संपत्ति के पीछे जाने वाला नहीं, स्वर्ग का महिमा के पीछे जाने वाला है। അതുകൊണ്ട് ആ തേജസ്സിന് വേണ്ടിയുള്ള ഒരുക്കം, കർത്താവിന്റെ വരവ് എൻ്റെ തേജസ്സിന് വേണ്ടിയുള്ളതാണ്. ആ തേജസ്സിന് വേണ്ടിയുള്ള ഒരുക്കത്തോടെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. वो महिमा के लिए जो तैयारी, वो प्रभु का आगमन के लिए तैयारी, वो करते हुए इस संसार में बाहरी और परदेशी होके मुझे जीना है। അധികം നല്ലത്, സ്വർഗീയമായത് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ज्यादा बेहतर स्वर्गीय बातें मेरे लिए राह देखती है। അവിടേക്ക് കൊണ്ടുപോകാനാ എന്നെ കൊണ്ടുപോകാനാ എൻ്റെ കർത്താവ് രണ്ടാമത് വരുന്നത്. वहां पे मुझे भी ले जाने के लिए मेरा प्रभु दूसरी बार इस संसार में आ रहे हैं। അവന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടെ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. प्रभु यीशु मसीह का दूसरा आगमन का बहुत बड़ा आशा लेकर मैं इस संसार में राह देखते रहता हूँ। നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയുടെ ജീവിതം, സ്വർഗത്തിന്റെ പ്രത്യാശ, തേജസ്സിന്റെ പ്രത്യാശയുടെ ജീവിതം ജീവിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. हम हर एक को वो स्वर्ग का आशा, वो प्रभु यीशु मसीह का आशा, वो आशा से भरकर जीवन व्यतीत करने के लिए प्रभु हमारे एक को मदद करने दीजिए। ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. हमारा प्रभु हमारे को मदद करने दीजिए। आमीन।